അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് അറിയിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, അന കുന്തു കൻസൻ മഖ്ഫിയ. അല്ലാഹു പറയുകയാണ്, കുന്തു കൻസൻ മഖ്ഫിയ, ഞാൻ മൂടപ്പെട്ട മറയ്ക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. ലോകത്തോട് അല്ലാഹു നേരിട്ട് പറയുകയാണ്. ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു ലോകത്തോട് പറഞ്ഞു, കുന്തു കൻസൻ മഖ്ഫിയ, ആരാലും അറിയപ്പെടാത്ത, ആരും അറിയാത്ത മൂടപ്പെട്ട നിഗൂഢമായ ഒരു നിധിയായിരുന്നു ഞാൻ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നിധിയുണ്ട് എങ്കിൽ ആ നിധി ഏതെങ്കിലും ഭൂമിയുടെ അന്തർഭാഗത്തോ അതല്ലെങ്കിൽ ആരും കാണാത്ത ഒരു ഭാഗത്താണ് നിധി ഒളിച്ചിരിക്കുക. അതുകൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവിറ തുറന്നിട്ടുണ്ടോ, അതിന്റെ താട് പൊളിച്ചിട്ടുണ്ടോ എന്ന് സുപ്രീം കോടതി പോലും ചർച്ച ചെയ്തത്. ആ നിലവറ തുറക്കാൻ പാടില്ല, അതിൻ്റെ ഉള്ളിലുള്ള നിധിയുടെ വ്യാപ്തി എത്രയാണെന്നറിയില്ല, സ്വർണ്ണാഭരണത്തിന്റെ കണക്കറിയില്ല, വജ്രത്തിന്റെ വ്യാപ്തി അറിയില്ല, അതിന്റെ മൂല്യധനം നിർണയിക്കാൻ കഴിയില്ല. ഇങ്ങനെ നിധി എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം തന്നെ അതിന്റെ വില എന്താണ്, അതിന്റെ വ്യാപ്തി എന്താണ്, അതിന്റെ ആഴം എന്താണ് എന്ന് നിർണയിക്കാൻ ആർക്കും കഴിയില്ല എന്നതാണ് നിധിയുടെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഞാൻ അതേപോലെ അതാരാലും നിർവചിക്കാൻ കഴിയാത്ത, ഒരാൾക്കും വില നിശ്ചയിക്കാൻ കഴിയാത്ത, ഒരാളുടെയും ചിന്തകൾക്കോ അറിവുകൾക്കോ ഒതുങ്ങാൻ കഴിയാത്ത ഒരു നിധിയായിരുന്നു ഞാൻ. കുന്തു കൻസൻ മഖ്ഫിയ, അങ്ങനെ ആരാലും അറിയപ്പെടാത്ത ഒരു നിധിയായി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു പറയുകയാണ്, ഫഅറത്തു അൻ ഉറഫ, എല്ലാവരും എന്നെ അറിയണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോ, അല്ലാഹുവിനെ അറിയുക എന്ന വിഷയം നാം ചർച്ച ചെയ്യുമ്പോ ആദ്യമായി അല്ലാഹു പറയുകയാ, ഫഅറത്തു അൻ ഉറഫ, ഞാൻ തീരുമാനിച്ചു എല്ലാവരും എന്നെ അറിയണമെന്ന്. അല്ലാഹുവിനെ, ഉടമസ്ഥനെ എല്ലാവരും അറിയണമെന്ന് ഉടമസ്ഥനായ അല്ലാഹു തന്നെ തീരുമാനിച്ചപ്പോൾ അല്ലാഹു പറയുന്നു, അല്ലാഹു എന്താ ചെയ്തത്? ഏതെങ്കിലും ഒരു വിളംബരം പ്രകടിപ്പിക്കുകയല്ല. ഏതെങ്കിലും അറിയപ്പെടാത്തൊരു കാര്യം അറിയണമെങ്കിൽ അത് പരസ്യമാക്കാൻ വേണ്ടി പലവിധ പോംവടികൾ നമ്മുടെ മുമ്പിലുള്ളതുപോലെ അല്ലാഹു പറയുകയാണ്, ആരാലും അറിയപ്പെടാത്തൊരു മഹാനിധി കുംഭമായി നിന്ന ഞാൻ ഫഅറത്തു അൻ ഉറഫ, എല്ലാവരാലും അറിയപ്പെടണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോ, അങ്ങനെ എല്ലാവരും എന്നെ അറിയണമെന്ന വിദ്യയുടെ ഒരേ ഒരു ഭാഗമായിട്ടാണ് ഫഖലഖതു ഖലായിക കുല്ലഹാ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തിന്റെ ഉള്ളിലിരുന്ന് കാണുകയും കാണപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ദിറ്റുകൾക്ക് ഗോചരവും അഗോചരവുമായ, ചേതനവും അചേതനവുമായ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ കോടാനു 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 കോടി സൃഷ്ടികളെ ഞാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചെന്ന് അല്ലാഹു പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഫഖലഖതു ഖലായിക കുല്ലഹാ, ഈ പ്രപഞ്ചത്തിൽ എന്നെ അറിയാനുള്ള തീരുമാനത്തിന്റെ ഉപോത്ബലകമായി ഞാൻ ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിക്കാനുള്ള കാരണമതാ. ആകാശത്തെ സൃഷ്ടിക്കാനും, ഭൂമിയെ സൃഷ്ടിക്കാനും, ജിന്നിനെ സൃഷ്ടിക്കാനും, മനുഷ്യനെ സൃഷ്ടിക്കാനും, ലോകത്തുള്ള സർവ്വലോക കോടാനു കോടാനു കോടി ജീവജാലങ്ങളെ അതിലേറ്റവും ഉത്തമനായി വലക്കത് കറംനാ ബനീ ആദം, അതിലേറ്റവും മഹാനായി ആദമിന്റെ മക്കളെ ഞാൻ സൃഷ്ടിച്ചതും എന്നെ അറിയാനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. മഴ അനുഗ്രഹമാണോ അതല്ല നിരാശയാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ മഴ പെയ്യുക, ഇൻഷാ അല്ലാഹ് എല്ലാരും സൈഡിലോട്ടൊക്കെ മാറി നിൽക്കുന്നു. ഞാനിപ്പോ അടുത്ത് കടുവാപ്പള്ളി പ്രസംഗിച്ചു, നല്ല മഴയാ. ഇതിന്റെ പരിസരത്ത് പല ഭാഗത്തും മഴ പെയ്യുന്നുണ്ട്. എന്താ ചെയ്യുക? മഴ ഇപ്പൊ നിൽക്കുന്ന ഒരു 5 മിനിറ്റ്, 5 മിനിറ്റിനുള്ളിൽ മഴ നിൽക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും 3 സലാത്തിൽ ഉറക്ക സല്ലല്ലാഹു അലാ മുഹമ്മദ്, എത്ര ഉറക്ക ചെല്ലുന്നു അനുസരിച്ച് ഇൻഷാ അല്ലാഹ് മഴ ഇപ്പൊ മഴ. സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ 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 പടച്ച തമ്പുരാനെ ഉടമസ്ഥനെ, മദീനയുടെ പുൽക്കൊടികൾ പോലും ഭരഞ്ഞു പോകുമ്പോ മദീന മുനവ്വറയുടെ താഴ്വാരത്തേക്ക് കടന്നു വന്നിട്ട് യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, നാൽക്കാലികൾ വിശന്ന് കരയുകയാണ്, വയലേലകൾ വറ്റി വരണ്ടു പോവുകയാണ്, ഞങ്ങൾക്കും മഴ വേണം തിരുദൂതരെ എന്ന് മദീനത്തിന്റെ സ്വാർത്ഥവാക സംഘം പറയുമ്പോ ആകാശത്തേക്ക് റിസാലത്തിന്റെ വിരൽ ഉയർത്തിയിട്ട് അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ചോദിച്ചാലും ചോദിച്ചാലും തളരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, ഈ ജനതക്കും മഴ വർഷിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ഏത് റിസാലത്തിന്റെ പൂങ്കരങ്ങളാണോ, ഏത് റിസാലത്തിന്റെ നാവുകളാണോ കരത്തിന്റെ പുറകെ നാവിന്റെ റിസാലത്തിന്റെ നാവ് കൊണ്ട് മദീനയിൽ മഴ തിമിർപ്പിച്ച് വെയ്യവനെ തമ്പുരാനെ, അവസാനം മദീനയുടെ മലയോരങ്ങൾ മഴവെള്ളത്തിൽ തിമിർത്ത് കളിക്കുമ്പോ മദീനബിയെ യാ റസൂലല്ലാഹ്, അതേ മദീനത്തെ കോടി വന്ന് മദീനബിയെ ഞങ്ങൾക്ക് മഴ മതി, ഇത് നിർത്താൻ പറയൂ തിരുദൂതരെ എന്ന് പറയുമ്പോ അതേ റിസാലത്തിന്റെ വിരലുകൾ ആകാശത്തിന്റെ കാർമേഘത്തിന്റെ നേരെ പറയുമ്പോ അല്ലാഹുവേ മതി അല്ലാഹുവേ, നിന്റെ ഖജനാവിന്റെ നിർബാധമായ അനുസ്യൂതമായ പ്രവാഹം ഞങ്ങളുടെ വയറ് നിറച്ചു തമ്പുരാനെ, ഞങ്ങളുടെ വയലേലകൾ പുഷ്പിതമായി, ഞങ്ങളുടെ നാൽക്കാലികളുടെ വയറ് നിറഞ്ഞു അല്ലാഹുവേ. മദീ തമ്പുരാനെ എന്ന് പറയുമ്പോ ആവശ്യാനുസരണം മഴ നൽകിയിട്ട് അത് മദീനത്തിന്റെ മണ്ണിൽ നിന്ന് മതി എന്ന് തീരുമാനിച്ച ലോകത്തിന്റെ ഖജനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, അല്ലാഹുവേ, നിന്നെ അടിമകൾ ഞങ്ങൾ, നിന്നെ കുറിച്ച് പറയാൻ വന്നവർ, നിന്നെ കുറിച്ച് കേൾക്കാൻ വന്നവർ, നിന്റെ ഹബീബിന്റെ മദ്ഹ് പറയാൻ വന്നവർ, അല്ലാഹുവേ അല്ലാഹുവേ, ഈ മഴ നിന്റെ അനുഗ്രഹമാണ്, ഈ മഴ നിന്റെ ആദാബുമാണ്. ഒരു സമൂഹത്തെ നീ തകർത്തെറിഞ്ഞത് ഈ മഴ കൊണ്ടാണ് അല്ലാഹുവേ. ഇന്നും ജമ്മു കാശ്മീരിൽ ഏതാണ്ട് 4.5 ലക്ഷത്തോളം ജനങ്ങൾ ഈ മഴവെള്ളപ്പാച്ചിലിൽ ഹതാശരായി, ഭക്ഷണമില്ല, വെള്ളമില്ല. ഈ ജമ്മു കാശ്മീരിലെ ഗംഗാ നദീതടമടക്കമുള്ളവ ഏതാണ്ട് 1000-ഓളം അടിയോളം മഴവെള്ളപ്പാച്ചിൽ വരുമ്പോഴും ഇന്ന് രാവിലെ പത്രത്തിലെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത, വെള്ളം കുടിക്കാനില്ലാതെ കാശ്മീരിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണത്രേ. എന്താണ് കേൾക്കുന്നത്? ഇതാണ് അല്ലാഹുവിനെ അറിയുക. കാശ്മീർ മുഴുവനും വെള്ളത്തിൽ മുങ്ങുമ്പോഴും വൈദ്യുതി നഷ്ടപ്പെട്ട് പർവ്വതത്തിന്റെ മുകളിൽ, കുന്നുകളുടെ മുകളിൽ ഓടിയെത്തിയവർ, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലത്രേ. പണ്ട് CH പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ്, വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്രേ. സീതി ഹാജിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു സായിപ്പിന്റെ ഇംഗ്ലീഷ് പ്രസംഗം ട്രാൻസ്ലേഷൻ ചെയ്തതാണ്. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്രേ. എല്ലായിടത്തും വെള്ളമാണ് സഹോദരങ്ങളെ. ഇതാണ് പടച്ച തമ്പുരാന്. അഫറഅയ്തും മാ തഹ്റുസൂൻ അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ ഫളൽതും തഫക്കഹൂൻ. അല്ലാഹു പറയാണ്, മനുഷ്യ ആകാശത്തേക്ക് നോക്കടാ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവരാരാണ്? അഫറഅയ്തും മാ തഹ്റുസൂൻ, ആകാശത്ത് നിന്ന് അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. വിശക്കുമ്പോൾ, ദാഹപരവശരാകുമ്പോ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തുള്ളി നിങ്ങൾക്ക് തന്നതാരാണ്? അല്ലാഹുവിനെ അറിയുക എന്ന വിഷയം പറയുമ്പോ പെയ്തൊടിഞ്ഞു പോയ ഒരു ചെറിയ മഴത്തുള്ളിയുടെ മുകളിൽ സന്ദർഭോചിതമായിട്ട് ഞാൻ എന്റെ വിഷയത്തെ കൊണ്ടുപോവുകയാണ്. മഴത്തുള്ളി കാണുമ്പോൾ പടച്ച റബ്ബിനെ ഓർക്കുക. അല്ലാഹു ചോദിക്കുകയാണ്, നിനക്ക് കുടിവെള്ളം തരുന്നതാരടാ? നീ വിളിക്കുന്ന പ്രാർത്ഥനാ ദൈവങ്ങളോ, നിന്റെ മനുഷ്യാവതാരങ്ങളോ, നിന്റെ ഏതെങ്കിലും അവതാരങ്ങളല്ല. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴത്തുള്ളികളെ നിർണയിക്കുന്നത് ഞാനാ.
അല്ല ചോദിക്കുകയാണ് ലൗ നശാഉ ലജഅൽനാഹു ഉജാജാ, ഞാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ കാർമേഘങ്ങളെ ഞാൻ പിടിച്ചു നിർത്തുമായിരുന്നു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നീ ദാഹപരവശനായി നടന്നു പോകുമായിരുന്നു. വെള്ളം എന്റെ അനുഗ്രഹമാണ്, മഴത്തുള്ളികൾ എന്റെ അനുഗ്രഹമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഒരു കഥ പറയുന്നുണ്ട്. സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വ സമാനിയത അയ്യാം. അല്ലാഹു പറയുകയാണ് 7 രാത്രിയും 8 പകലും നീണ്ടു നിന്ന ഒരു പേമാരി തിമിർത്ത് പെയ്തപ്പോ ജമ്മു കാശ്മീർ 3 ദിവസമായി മഴ പെയ്തൊടിഞ്ഞപ്പോ കേന്ദ്രസേനക്ക് പോലും ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലത്രേ. സഹായിക്കാൻ പോയ കേന്ദ്രസേനയെ ജമ്മു കാശ്മീരിലെ സാധാരണ ജനങ്ങൾ ആക്രമിച്ചുവത്രേ, അവരെ പിടിച്ചു നിർത്തിയത്രേ. അല്ലാഹു പറയുകയാണ് 3 ദിവസത്തെ പ്രളയം കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ശിരോഭാഗമായ കാശ്മീർ ഒറ്റപ്പെട്ടു പോകുമ്പോ അല്ല പറയുകയാണ് 7 പകലും 8 രാത്രിയും നീണ്ടു നിന്ന ഒരു പേമാരി. ആ പേമാരി പെയ്തപ്പെടാണ്, ആ മഴ പെയ്തപ്പെടാണ് കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുള്ള അലംതര കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാതിൽ ലിമാദില്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. ഇതേവരെ ലോക ചരിത്രം കണ്ടിട്ടില്ലാത്ത, അടിവരയിട്ട് പഠിക്കുക, ഇതേവരെ ലോക ചരിത്രം കണ്ടിട്ടില്ലാത്ത അത്രയും ബൃഹത്തായ കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുണ്ടായിരുന്ന മനുഷ്യരെ ആ മഴ കൊണ്ടാണ് ഞാൻ തകർത്തെറിഞ്ഞത്, ആ മഴയാണ് തകർത്തെറിഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറയുകയാ, ഞാൻ ഈ പറയുന്നത് ഖുർആൻ മാത്രം. വേറൊരു ഭാഗത്ത് ഒരു സമൂഹത്തെ തകർത്തെറിഞ്ഞ കഥ പറഞ്ഞിട്ട് നിന്നേക്കാൾ വലിയ നെഞ്ചൂക്കുള്ള, നിന്നേക്കാൾ കരുത്തുള്ള, നിന്നേക്കാൾ വലിയവരായ ഒരു ജനതയെ തെമ്മാടിത്തരം കാണിച്ചപ്പം മഴ കൊണ്ട് നശിപ്പിച്ചവനാ ഞാൻ. അതുകൊണ്ട് വഖുലിൽ ഹംദുലില്ലാഹ്, ഖുർആൻ അറിയുമെങ്കിൽ ഓതുക. അല്ലാഹു പറയുകയാണ് വഅംതർനാ അലൈഹിം മതറാ, അവർക്ക് ഞാൻ മഴ പെയ്തപ്പോ ആ മഴ കൊണ്ട് ഞാൻ അവരെ തകർത്തെറിഞ്ഞപ്പോ മഴ പെയ്യുന്നത് കണ്ടാൽ വഖുലുൽ ഹംദുലില്ലാഹ്, നിങ്ങളെല്ലാം അൽഹംദുലില്ലാഹ് എന്ന് പറയണേ. ഏത് സമയത്തും മഴ പെയ്താലും പോരയുടെ മുസ്ലിം ജമാഅത്തിന്റെ സംഘാടക സമിതിക്കുണ്ടാവാം, റബ്ബേ ഈ സമയത്തും മഴ പെയ്തു പോയല്ലോ, രണ്ടാമത് മാറ്റിവെച്ച പരിപാടിയാ, നഊദു ബില്ലാഹ് തോന്നുന്നുണ്ടാവും. ഞാൻ പറയുന്നു മഴ പെയ്യുന്നത് കണ്ടാൽ ആ സമയത്ത് നിങ്ങൾ പറയേണ്ടതെന്താ? ഞാനല്ല, അല്ലാഹ് പറയുകയാ വഖുലിൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. എന്തുകൊണ്ടാ പറയേണ്ടത്? ശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് ഏറ്റവും താഴെയുള്ള മേഘം 10,000 കിലോമീറ്റർ മുകളിലാ നിൽക്കുക. ഏറ്റവും താഴ്ഭാഗത്തുള്ള മേഘം 10,000 കിലോമീറ്റർ മുകളിലാണ്. അവിടെ നിന്നൊരു മഴത്തുള്ളി താഴോട്ട് വരുമ്പോ 1 മണിക്കൂറിൽ 900 കിലോമീറ്റർ സ്പീഡിലാ ഒരു മഴത്തുള്ളി വരിക. ആ മഴത്തുള്ളി അതേ വരുന്ന സ്പീഡിലെങ്ങാനും നമ്മുടെ തലയിലെങ്ങാനും വന്നു പതിച്ചാ പൊന്നുമോനെ നിന്റെ തലച്ചോറ് ചിതറിപ്പോകുന്ന വേഗതയാ. അത്രയും വേഗതയിൽ അല്ലാഹു വിടുന്ന ഈ മഴത്തുള്ളി മനുഷ്യൻ താമസിക്കുന്ന ഭൂമിയുടെ 1 കിലോമീറ്റർ മുകളിലെത്തുമ്പോ 1 മണിക്കൂറിൽ 900 കിലോമീറ്റർ എന്ന സ്പീഡ് 1 മണിക്കൂറിൽ 7 കിലോമീറ്റർ ആയി കുറയുകയാണ്. ആ സ്പീഡ് കുറഞ്ഞ മഴത്തുള്ളിയാണ് നമ്മുടെ തലയിലെത്തുക. അപ്പൊ ആദ്യഗോത്രം തകർന്നതെങ്ങനെയാ? അവരെ മുകളിലെത്തിയപ്പോ 1 കിലോമീറ്റർ മുകളിലെത്തിയപ്പോ അല്ലാഹു മഴത്തുള്ളിയുടെ വേഗത കുറച്ചില്ല. അതേ വേഗതയിൽ വന്ന മഴത്തുള്ളി തലയിൽ ചെറിച്ച തലച്ചോറ് ചിതറിത്തെറിച്ചു മരിച്ചപ്പോ അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ആ സംവിധാനം ഒരുക്കി തന്ന് ആ മഴത്തുള്ളി 1 കിലോമീറ്റർ മുകളിലെത്തുമ്പോ വേഗത കുറച്ച് തന്ന എന്നെ വഖുലിൽ ഹംദുലില്ലാഹ്, നിങ്ങൾ സർവസ്തുതിയും എനിക്കാണെന്ന് പറഞ്ഞോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ചുരുക്കത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞത്,
പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞത്, പോരേടത്തെ പള്ളി മദ്രസയിൽ ഏതാണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നമ്മൾ ചെന്നിരിക്കുമ്പോ ആദ്യമായി പലകബെഞ്ചിലിരിക്കുമ്പോ ഉസ്താദ് പറയാറുണ്ട്, ഈമാൻ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോ, ഇസ്ലാം കാര്യം പഠിപ്പിക്കുമ്പോ അന്ന് നമ്മൾ ആദ്യമായിട്ട് കേട്ടതാണ് തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാ. ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിലുള്ള വിശ്വാസമാ. എന്താ പടച്ചറപ്പിലുള്ള വിശ്വാസം? എന്താ പൊന്നുമോനെ, പടച്ചറപ്പിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആകാശത്ത് തിമിർത്തു പെയ്യുന്ന മഴത്തുള്ളികളുടെ പുറകിൽ പോലും എല്ലാം അറിയുന്ന സർവജ്ഞാനിയായ സർവവ്യാപിയായ എന്റെ അല്ലാഹുവിന്റെ ഇടപെടലെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം പറഞ്ഞ ഹദീസിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ. അല്ലാഹു പറയാണ്, എന്നെ എല്ലാവരും അറിയണമെന്ന് തീരുമാനിച്ചപ്പോ ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഫഖലഖതുൽ ഖലായിഖ കുല്ലഹാ, എല്ലാ ജീവജാലങ്ങളെ ഞാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അല്ലാഹു പറയാ. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാം. പക്ഷികൾക്ക് പോലും അള്ളാനെ അറിഞ്ഞിട്ടുണ്ട്, അറിയാത്ത ഒരേ ഒരു വർഗം അല്ലെ പക്ഷികളുടെ. അതെ, പക്ഷി പറക്കുന്നു, ഫ്ലൈറ്റും പറക്കും, വിമാനവും പറക്കുന്നു. പക്ഷിക്ക് പേടിയുണ്ട്, ഈ 2 ചിറക് അള്ളാഹുടെ കുദറത്ത്, വേറൊരു സംവിധാനം അതിനകത്തില്ല. ഫ്ലൈറ്റിൽ പിന്നെ സംവിധാനമുണ്ട്. ചില ഫ്ലൈറ്റുകൾ, ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റുകളൊക്കെ സമുദ്രത്തിൽ പോലും ലാൻഡ് ചെയ്യാൻ പറ്റും. ചില ഫ്ലൈറ്റുകൾ അടിയന്തര ഘട്ടത്തിൽ കടലിൽ പോലും ലാൻഡ് ചെയ്യാൻ പറ്റും. അത്രയും വലിയ സംവിധാനം ഫ്ലൈറ്റിനുണ്ട്. ആ സംവിധാനം പോലും പരുന്തിനോ കഴുകനോ ഇല്ല. പക്ഷെ പറക്കുമ്പോൾ അതിനറിയാം അള്ളാഹുവിന്റെ കുദറത്താണ്. ചിറകൊന്ന് തളർന്ന താഴെ വീടും, മക്കൾ പട്ടിണിയിലാവും. അതുകൊണ്ട് അവർ അള്ളാനെ അറിഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. പക്ഷികൾക്ക് 2 ജോലിയേ ഉള്ളൂ. ഖുർആനാണ്. ഒന്ന് കുല്ലൻ ഖദ അലിമ സ്വലാത്തഹു വ തസ്ബീഹ, ഒന്ന് നിസ്കരിക്കുക, 2 തസ്ബീഹ്. ഈ 2 ജോലി നമുക്കില്ല. ഓരോന്നും ഞാൻ ഉദാഹരണ സഹിതം ഖുർആൻ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. പറയുന്ന കാര്യം വസ്തുനിഷ്ഠമായി മനസ്സിലാക്കും. വഅളെന്ന് പറഞ്ഞാൽ വെറും ഒരു ആസ്വാദനം മാത്രമാവാൻ പാടില്ല, കൽബിലോട്ട് ഇറങ്ങണം. യഥാർത്ഥത്തിൽ അതേപോലെ തന്നെ ഫ്ലൈറ്റിൽ സഞ്ചരിക്കും അല്ലേ. എത്രയോ യാത്രയിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എല്ലാ മുസ്ലിമും, അല്ലാത്ത ആളുകളൊന്നുമല്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ദുബൈയിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന ഒരാൾ ഹിന്ദുവാണ്, ഹൈന്ദവ സഹോദരൻ. അയാൾ എൻ്റെ അടുക്കലിരുന്ന് കുറെ നേരം സംസാരിക്കും. അടുത്ത സീറ്റിലാണ്, പരസ്പരം സംസാരിച്ചു. അപ്പോ എന്റെ യാത്രാനുഭവമാണ്. കുറെ കഴിഞ്ഞപ്പോ നമ്മുടെ ആകാശത്തിലെ ആ മലക്ക് വന്നു, വെള്ള മലക്ക്, എയർ ഹോസ്റ്റസ്. ആ മലക്ക് വന്നിട്ട് മെനു കൊടുത്തു. അപ്പൊ ഈ സഹോദരൻ എന്നോട് ചോദിച്ചു, ഇമാം, ഞാനൊരൽപ്പം ഡ്രിങ്ക്സ് കുടിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ഞാനെന്ത് പറയാൻ പറ്റും, എനിക്ക് അത്ര ഇഷ്ടമല്ല. അയാൾ കുടിച്ചില്ല. ഈ ലാസ്റ്റ് യാത്ര ഞാൻ ദുബൈയിൽ നോക്കൂ, ഞാൻ പറഞ്ഞു എനിക്കിത് ഇഷ്ടമല്ല, ഞങ്ങളത് ഉപയോഗിക്കാറില്ല, എന്തിനാണ് വെറുതെ ഈ ശരീരത്തിന് ദൂഷ്യമുണ്ട്. ആ മനുഷ്യൻ രണ്ടാമത് അയാൾ കുടിച്ചില്ല. അവിടെ നമ്മുടെ എവിടെയെങ്കിലും ആളായിരുന്നെങ്കിൽ എന്നെ തൊപ്പിക്കാൾ 2 എണ്ണം കൂടെ കുടിച്ച. മലപ്പുറം ജില്ലയിലെ പള്ളിയിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അതിന്റെ മിനാരത്തിന്റെ മുകളിൽ ജുമാ നമസ്കാരത്തിന് ശേഷം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് മലപ്പുറത്തെ ചെറുപ്പക്കാര് ഫ്ലെക്സ് കെട്ടി. എന്താണെന്നറിയോ, വല്ലാക്ക അങ്ങനെ പലതും പറയും, പക്ഷെ കപ്പ് ബ്രസീലിന് തന്നെ. ഫ്ലെക്സ് കെട്ടി. അന്നത്തെ വെള്ളിയാഴ്ച ഖത്തീബ് വേൾഡ് കപ്പിനെതിരെ സംസാരിച്ചു. ചെറുപ്പക്കാർ ഖത്തീബിനോടുള്ള ദേഷ്യത്തിന് ഖത്തീബിന്റെ നെഞ്ചിന് നേരെ ഫ്ലെക്സ് കെട്ടി. ആ ഹൈന്ദവ സഹോദരൻ ഞാനത് പറഞ്ഞപ്പോ കുടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇത് അറിയാത്തത് ആരെക്കുറിച്ച് മാത്രമാണ്? മനുഷ്യന് മാത്രം. ഇതൊക്കെ വളരെ അള്ളാഹു തന്നെ പറയുന്നതാണ്. ഇത് ഫ്ലൈറ്റ് പക്ഷിയുടെ അതേ സംവിധാനത്തില. അതിലിരുന്ന് കുടിക്കുമ്പോ ആ സമയത്തും അള്ളാഹുവിനെ മറക്കുമ്പോ ഇത് അള്ളാനെ തിരിച്ചറിയാത്ത ഒരേ ഒരു വർഗം മനുഷ്യനാണ്. ജിന്നുകൾ പോലും മനുഷ്യനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഗമാണ് ജിന്ന്. ജിന്നിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ജിന്നിനെ കണ്ടിട്ടില്ല. കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, പോയി കണ്ടോളാവോ.
ഇന്ന് വാതിൽ കഴിഞ്ഞ് പോയിട്ട് പോരേടം പള്ളിയുടെ മെയിൻ വാതിലുണ്ടല്ലോ, മെയിൻ എൻട്രൻസ്, അതിന്റെ മുമ്പിൽ പോയിട്ട് വാതിലിന്റെ നേരെ നീണ്ടു നിവർന്നങ്ങ് കിടക്കണം. രാത്രി 2 മണിയൊക്കെ ആകുമ്പോൾ കാണും മെയിൻ വാതിലിന്റെ നേരെ അങ്ങ് നീണ്ടു നിവർന്നങ്ങ് കിടക്കും. രാത്രി 2 മണിയൊക്കെ ആകുമ്പോൾ ജിന്നുകളൊക്കെ. മനുഷ്യനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വർഗമാണ് ജിന്ന്. ആ ജിന്നുകൾ മനുഷ്യനെ പോലെ തന്നെ നമസ്കരിക്കുന്നുണ്ട്, തസ്ബീഹ് ചെയ്യുന്നുണ്ട്, ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ജിന്നുകളിൽ 2 വിഭാഗമുണ്ട്. നല്ല ജിന്നുമുണ്ട്, മോശ ജിന്നുമുണ്ട്. മനുഷ്യരിൽ തന്നെ നല്ല ആളുകളും തമ്മാടികളും ഉള്ളതുപോലെ ജിന്നുകളിൽ നല്ല ജിന്നുമുണ്ട്, മോശമായ ജിന്നുകളുമുണ്ട്. ഈ മോശമായ ജിന്നുകളെയാണ് ഈ പലപ്പോഴും ചാത്തന്മാരെന്നൊക്കെ പേരിൽ സേവ നടത്തുന്ന ആളുകൾ മോശമായ ജിന്നുകളെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. അതൊക്കെ വേറെ വലിയ വിഷയം. ആ വിഷയത്തിലേക്ക് നമുക്ക് തൽക്കാലം നടക്കേണ്ട. പെണ്ണുങ്ങൾ സമാധാനം ഉറങ്ങിക്കൊണ്ട് രാത്രി. ആ ജിന്നുകളിൽ പ്രധാനപ്പെട്ട ഭാഗം അവരും അല്ലാഹുവിനെ കൃത്യമായിട്ട് അറിഞ്ഞവരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കവേ സൂറത്തുർ റഹ്മാനാണ് പഠിപ്പിക്കുന്നത്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. വിശുദ്ധമായ സൂറത്ത് റഹ്മാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കവേ ഓരോ ആയത്തുകൾ എത്തിയപ്പോഴും അല്ലാഹുവിന്റെ റസൂലോടാൻ തുടങ്ങി. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ മറദൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കവേ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബാ ഇത്രയേറെ ആയത്തുകൾ ഓതിയിട്ട്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ചുള്ള ആയത്തുകൾ ഓതിയിട്ട് എന്തേ നിങ്ങൾ സുജൂദ് ചെയ്യുന്നില്ല? ഞാൻ ഈ ഓടുന്ന ഖുർആൻ കേട്ടുകൊണ്ട് നിങ്ങളെ പോലെ തന്നെ ജിന്നുകളുമുണ്ട്. ആ ജിന്നുകളെല്ലാം സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുകയാ. നിങ്ങൾ മാത്രം എന്തേ സുജൂദ് ചെയ്യില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എത്ര പതിനായിരക്കണക്കിന് ജിന്നുകളാണ് വന്നത്. ഇന്നും ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ മക്കയുടെ മറുഭാഗത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് തന്നെ മസ്ജിദുൽ ജിന്ന് എന്നാണ്. ആ പള്ളിയുടെ പേര് തന്നെ ജിന്നിന്റെ പള്ളി. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂലും ജിന്നുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. ഹബീബായ നബിയുടെ ഖുർആൻ കേൾക്കാൻ, ആ ഖുർആൻ കേട്ടിട്ട് പൊട്ടിക്കരയാണ്. അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് പൊട്ടിക്കരയാൻ എത്രയോ ജിന്നുകളാണ് വന്നത്. മലക്കുകൾക്ക് പോലെ, ജിന്നുകൾക്ക് പോലെ, ഈ പറവകളെ പോലെ എല്ലാം അല്ലാഹുവിനെ സ്തുതിക്കുമ്പോ, എല്ലാം പടച്ചറപ്പിന്റെ മുമ്പിൽ പൊട്ടിക്കരയുമ്പോ അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ, എല്ലാം അറിയുന്ന മനുഷ്യ, ഞാൻ പടച്ച മനുഷ്യ, ഞാൻ ബഹുമാനിച്ച മനുഷ്യ, എല്ലാം തന്ന മനുഷ്യ, നീ മാത്രം എന്തേ പടച്ചറപ്പിനെ തിരിച്ചറിയുന്നില്ല? അല്ലാഹു പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ മനുഷ്യനെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാ. ഇബാദത്തല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല. അല്ലാഹുവിനെ അറിയലല്ലാതെ ലക്ഷ്യമില്ല. അല്ലാഹു പറയുകയാണ്, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഒരു വാപ്പ കട്ടപ്പെട്ട് മക്കളെ വളർത്തുന്നത് എന്തിനാ? രാവിലെ മുതൽ വൈകുന്നേരം, അല്ലെങ്കിൽ വൈകുന്നേരം പോരേടം ചന്തയിൽ വന്നിട്ട് മീൻ വെക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി, ആ
ആ പാവപ്പെട്ടവൻ മീൻ വിൽക്കുന്നത് എന്തിനു വേണ്ടിയാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പള്ളിക്കലോ പുരയിടത്തുള്ള ക്രഷറിൽ പോയി പാറക്കല്ലുകളോട് കണ്ടുമുട്ടുന്ന പ്രിയപ്പെട്ട പിതാവ് മക്കളെ വളർത്തുന്നത് എന്തിനാ? വാർദ്ധക്യകാലത്ത് താനൊന്ന് കിടക്കുമ്പോ തന്റെ മക്കളുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ, നാളെ തന്റെ മക്കളുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വാങ്ങിച്ചു കൊടുക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് ഒരു വാപ്പ മക്കളെ പോലും വളർത്തുന്നതെങ്കിൽ അള്ളാഹു പറയുക, നിനക്ക് ഭക്ഷണം തരുന്ന, നിനക്ക് ആയുസ് തന്ന, നിനക്ക് മക്കളെ തന്ന, നിനക്ക് സൗന്ദര്യം തന്ന, നിനക്ക് കൈ തന്ന, നിനക്ക് കാല് തന്ന, നിനക്ക് മസ്തിഷ്കം തന്ന, നിനക്ക് ബുദ്ധി തന്ന, നിനക്ക് കച്ചവടം തന്ന എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി തന്ന ഞാൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂ, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു പിടി ഭക്ഷണം പോലും നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടില്ല മനുഷ്യ. ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇബാദത്ത് മാത്രമാ, എന്നെ അറിഞ്ഞ് ജീവിക്കൽ മാത്രമാണെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എന്റെ വിഷയത്തിന്റെ ഭാഗമായി അള്ളാഹുവിനെ അറിയുക, പടച്ചറപ്പിനെ അറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാരാ? അവൻ നമ്മളോട് ചോദിച്ചതെന്താ? അവൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടതെന്താ? അവനോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാ? അള്ളാഹു നമുക്കത് അറിയാൻ, അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ അറിയേണ്ടതിന്റെ പ്രധാനപ്പെട്ട ഭാഗം, നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു വിശ്വാസമുണ്ട്. നമ്മൾ ഈമാൻ കാര്യം പറയുമ്പോൾ അള്ളാഹിനെ കുറിച്ച് അറിയാൻ നമ്മൾ പറയുക അൻതുഉമിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. അല്ലാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, കിതാബുകളിൽ വിശ്വസിക്കുക, ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുക, അവസാനം വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. നന്മയാകട്ടെ തിന്മയാകട്ടെ അത് മുഴുവനും അല്ലാഹുവാണ് എനിക്ക് ജീവിതത്തിൽ നിശ്ചയിച്ചത് എന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. എല്ലാവരും പഠിക്കുന്ന ഒരു പാഠവാ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നന്മ, നമുക്കുണ്ടാകുന്ന ക്ഷേമം, നമുക്കുണ്ടാകുന്ന ക്ഷാമം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ രോഗം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ സങ്കടം, നമ്മുടെ സന്തോഷം, നമ്മുടെ സുഖം, നമ്മുടെ ദുഃഖം, ഇതെല്ലാം എനിക്ക് സുഖം തന്നതും എൻ്റെ റബ്ബ എനിക്ക് ദുഃഖം തന്നതും. ഞാൻ പറയുന്ന വിഷയം നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വേറൊരു വിഷയം ഞാൻ പറയാം, എൻ്റെ വിഷയത്തിലേക്ക് കടക്കാൻ ഞാൻ ഇന്ന് പറയുന്ന വിഷയം നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന്, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ, സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ മനസ്സിന്റെ ഒരു സമാധാനം. അല്ലാഹുവേ, നീ അറിയാതെ ഒരു കരിയില പോലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലയിൽ വന്നു വീഴില്ല. ഈ കാണുന്ന റബ്ബർ മരത്തിൽ നിന്ന്, ഈ കാണുന്ന പ്ലാവിൽ നിന്ന് ഒരു ഇല താഴോട്ട് വീണാൽ പോലും അതറിയുന്നതാരാ? പറ, ഉറക്കെ പറ. അല്ലാഹുവാണ് എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലോട്ട് ഇറങ്ങുമ്പോഴേ നമ്മുടെ ജീവിതത്തിന് സമാധാനമുള്ളൂ. ഇല്ലെങ്കിൽ എന്നും അസ്വസ്ഥതയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തു വന്നാലും, ഏത് പ്രശ്നം വന്നാലും, ഏത് പ്രയാസം വന്നാലും, സന്തോഷം വന്നാലും, സങ്കടം വന്നാലും അതാരിലേക്കാ? ആരിലേക്കാ? ഇതാണ് അള്ളാനെ അറിയുക എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം. ഇത് ഖുർആനിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഒരു സൂറത്ത് നമ്മൾ 2 മണിക്കൂർ കേട്ടിട്ട് പോകുമ്പോൾ നമ്മുടെ ചിന്തയിൽ എന്തെങ്കിലും പഠിക്കണം. ഞാൻ പറയുന്ന ഖുർആൻ മാത്രമേ, വേറെ ഒരു വിഷയം ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സുഖവും ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒക്കെ ഉണ്ടാവും. ഒരു കയറ്റവും ഉണ്ടാവും, ഒരു ഇറക്കം ഉണ്ടാവും. ചിലപ്പോ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം ഭയങ്കര സന്തോഷം, അവസാനം ഞാൻ ഖുർആൻ ഒരു കഥ പറയാം. ഖുർആൻ ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ: രാവിലെ ഒരു വീട്
ഖുർആന്റെ കാരിയോഗ്രഫി അങ്ങനെ. ആ വീട്ടിൽ രാവിലെ എല്ലാവരും ഉറക്കണം. വാപ്പയും ഉണർന്നു, ഉമ്മയും ഉണർന്നു, മക്കളും രാവിലെ എഴുന്നേറ്റു. എഴുന്നേറ്റ ഉടനെ വാപ്പയുടെ അടുക്കലേക്ക് വാപ്പയുടെ പ്രിയപ്പെട്ട മകൻ ഓടി വന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഓടി വന്നിട്ട് പറഞ്ഞു, വാപ്പ, ഖുർആനാണ്, ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് മോനെ സ്വപ്നം? ഇന്നി റഅയ്തു അഹദ അശറ കൗകബ. വാപ്പ, ഞാൻ ഈ പറയുന്ന വിഷയം സൂറത്ത് യൂസുഫാണ്. ഒരു കുടുംബ ജീവിതത്തിൽ, ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ അള്ളാഹും അവരും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടപെടൽ എന്താണെന്ന്, യാക്കൂബ് നബിയുടെ കുടുംബമാണ്, ആ കുടുംബത്തിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ കുടുംബത്തെ വെക്കണം. യാക്കൂബ് നബിയുടെ കുടുംബത്തിൽ അള്ളാഹുമായിട്ടൊരു ബന്ധത്തിൽ വന്ന മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. പറയണ മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അപ്പൊ യാക്കൂബ് നബിയുടെ കുടുംബത്തിൽ ഇതിനകത്ത് വാപ്പയുണ്ടെങ്കിൽ യാക്കൂബ് നബിയുടെ സ്ഥാനത്ത് നിങ്ങളാവണം വാപ്പ. മക്കളുണ്ടെങ്കിൽ അത് യൂസുഫ് നബിയുടെ സ്ഥാനത്താവണം. ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയോടാണ് പ്രിയപ്പെട്ട മകൻ സുന്ദരനായ യൂസുഫ് പറയുന്നത്, വാപ്പ, ഇന്നി റഅയ്തു അഹദ അശറ കൗകബ. ഇന്നലെ രാത്രിയിൽ 11 നക്ഷത്രങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും ഞാൻ കണ്ടു. വാപ്പ, റഅയ്തുഹും ലി സാജിദീൻ, അവ എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ വളർത്തുന്ന നമ്മുടെ മകൻ രാവിലെ വന്നിട്ട്, ഉപ്പ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഉമ്മ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം നല്ല സ്വപ്നമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷം, അള്ളാഹു നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ ഉറക്കെ. അള്ളാഹു നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് ദുഃഖിക്കുന്ന ഒരവസ്ഥയും അള്ളാഹു നമ്മളിൽ ആർക്കും വരുത്താതിരിക്കട്ടെ. ആ വാപ്പയുടെ മനസ്സിന്റെ സന്തോഷം എത്രയാ. എൻ്റെ മോൻ, അവന്റെ മുമ്പിൽ സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യാം. വാപ്പ മോനോട് പറഞ്ഞു, മോനെ, ലാ തഖ്സസ് റുഇയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദ. സൂറത്ത് യൂസുഫ്. മോനെ, നീ ഈ കണ്ട സ്വപ്നത്തിന്റെ കാര്യം നിന്റെ സഹോദരങ്ങളോട് പറയണ്ട. അവർക്ക് ചിലപ്പോ നിന്നോട് വൈരാഗ്യം തോന്നിയേക്കാം. പശ്ചാത്തലം വീണു. ആ വാപ്പ ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ മോൻ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷ കാലഘട്ടം. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഉറക്കെ ഇവിടെ നിന്നാണ് നമ്മുടെ വിഷയം കടന്നു പോവുക. ആ സമയത്ത് വാപ്പ പറഞ്ഞു, മോനെ, നിന്റെ സഹോദരങ്ങളോട് ഈ വിഷയം നീ പറയാൻ പാടില്ല. കുറെ കഴിഞ്ഞു. സഹോദരങ്ങൾ എങ്ങനെ അറിഞ്ഞു? ആ വാപ്പയെയും മോനെയും നിങ്ങൾ പഠിക്കണം. ഈ ചരിത്രത്തിൽ നേരെ പഠിക്കാനായിട്ട് നാളെ നമുക്ക് ഇതിന്റെ ബാക്കി പറയാം. ആ സമയത്ത് അവര് രണ്ടുപേരും, ആ വാപ്പയും ആ മകനും, അവര് തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധമേരാ ഇസ്ലാമിന്റെ പാതയിലൂടെ യാക്കൂബ് നബി തന്റെ മകനായ യൂസുഫിനെ വളർത്തിയിട്ടുണ്ട്. ചെറുപ്പകാലത്തിൽ തന്നെ തന്റെ വീടിന്റെ ഉള്ളിൽ അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഉറപ്പാ. അത് നമുക്ക് പിന്നീട് ഒരു സംഭവം വരുമ്പോ ഞാൻ പറയാം. അവസാനം സഹോദരങ്ങളെ വിവരമറിഞ്ഞു. എല്ലാവർക്കും അറിയാം. ഞാൻ പൂർണ്ണമായ ചരിത്രത്തിലോട്ട് കടക്കുന്നില്ല. അവരെയും വിളിച്ചുകൊണ്ട്, യൂസുഫിനെ വിളിച്ചുകൊണ്ട് കാട്ടിൽ പോയി. അവിടെ പോയി യൂസുഫിനെ അവരുടെ അടുത്ത് കിണറ്റിലിടാൻ തീരുമാനിച്ചു. അല്ലേ? അങ്ങനല്ലേ കഥ? അല്ലാഹു പറയുകയാണ്, പൊന്നുമകനെ വഹമലൂഹു വൽഖൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബ്. അള്ളാഹു പറയുകയാ, സന്തോഷത്തിന്റെ എല്ലാവിധ കാലഘട്ടത്തിലൂടെ യാക്കൂബ് നബി നടന്ന് അവസാനം തന്നെ മകന് വരാനിരിക്കുന്ന ഏറ്റവും വലിയ ഭാവിയൊത്തിട്ട് ആ ഉപ്പ സന്തോഷത്തോടെ ഇരിക്കുമ്പോ, അള്ളാഹുവേ, എന്റെ പൊന്നുമോ വളർന്നു വരുമ്പോ നാളെ ഒരു വലിയ സാഹചര്യവും പ്രശസ്തിയും തന്നെ തേടിയെത്തുമെന്ന് യാക്കൂബ് നബിക്കറിയാം. ആ സന്തോഷത്തിൽ എങ്ങനെ ഇരിക്കുമ്പോഴാ സഹോദരങ്ങൾ വന്നിട്ട് ബഹുമാനപ്പെട്ട യൂസുഫെ വിളിച്ചുകൊണ്ട് നായാട്ടിന് പോകുന്നത്. പാതിരാ സമയത്ത് വനാന്തരത്തിന്റെ നടുവിലൂടെ കൊണ്ടുപോവുകയാ.
ആ സമയത്ത് സഹോദരങ്ങൾ പറഞ്ഞു, യൂസുഫിനെ നമുക്ക് കൊന്നുകൊള്ളാമെന്ന് പറയുമ്പോ സ്നേഹമുള്ള മൂത്തചേട്ടൻ പറയുകയാ, വേണ്ട വേണ്ട, ഈ യൂസുഫിനെ നമുക്ക് കിണറ്റിലേക്ക് ഇടാം. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, 9 വയസ്സ് പ്രായമാണ് യൂസുഫിന്. 9 വയസ്സ് പ്രായമായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അന്നൊരു പ്രവാചകനല്ല, നുബൂവത്തിന്റെ ബാലപാഠം പോലും പഠിച്ചിട്ടില്ല. ആരാരും കടന്നു വരാത്ത വിശാലമായ കാട്ടിലൂടെ കൊണ്ടുപോവുകയാ. 9 സഹോദരങ്ങൾ കൂടി 9 വയസ്സുള്ള പ്രിയപ്പെട്ട യൂസുഫിനെ കിണറ്റിലേക്ക് ഇടാൻ പോകുമ്പോ ആരാരും കടന്നു വരാത്ത വിശാലമായ വിജനമായ കൊടുങ്കാട്, ആ കാട്ടിന്റെ നടുവിൽ വിശാലമായ പൊട്ടക്കിണറ്റിന്റെ മുമ്പിലേക്ക് മകനായ 9 വയസ്സുകാരനായ യൂസുഫിനെ എടുത്തു വെക്കുകയാ. ആ യൂസുഫിനെ എടുത്തു വെക്കുമ്പോ 9 വയസ്സുകാരനായ യൂസുഫ് നോക്കുമ്പോ താഴേടാ പൊട്ടക്കിണറ്റിലെ സർപ്പങ്ങൾ മുഴുവനും തലവിടത്തിയാടുകയാ. സഹോദരങ്ങളെങ്ങാനും കൈവിളുന്നയച്ചാ യൂസുഫ് പൊട്ടക്കിണറ്റിലാ. അവിടുത്തെ പാമ്പുകളും തേളുകളും കടിച്ചു തിന്നാ കാത്തു നിൽക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ കുടുംബത്തിന്റെ കഥ അല്ലാഹു പറഞ്ഞത് ഏതാണ്ട് 60ഓളം ആയത്തുകളിൽ ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞത്. അത് വെറുതെ കഥ രസിക്കാനല്ല. ഈ പോരിടത്ത് കെട്ടപ്പെട്ടിട്ടും മക്കളെ വളർത്തുന്ന, ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ പ്രതീക്ഷയോടെ മക്കളെ വളർത്തുന്ന ഇരിക്കും നിങ്ങൾക്കും ഒരു വലിയ ഗുണപാഠം പറയാനാ. 9 വയസ്സുള്ള യൂസുഫിനെ ഓത്ത് കൊതിക്കാനാ. താഴോട്ട് നോക്കിയാൽ പൊട്ടക്കിണറാ, വിളിച്ചാൽ ഒരാളെ പോലും സഹായിക്കാനില്ലാത്ത കൊടുങ്കാടാ. സഹോദരങ്ങളൊന്ന് വിരളയച്ചാ 9 വയസ്സുകാരൻ യൂസുഫ് കിണറ്റിലേക്ക് പോവുകയാ. ആ സമയത്ത് യൂസുഫിനെ പഠിപ്പിച്ചു കൊടുത്തു. യാക്കൂബ് നബി ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്, വാപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം രക്ഷ ആരുടെ മുമ്പിലാ? പടച്ചറപ്പിന്റെ മുമ്പിലാ. ആരാരും സഹായിക്കാനില്ലാത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷിതാവ് റബ്ബാ എന്ന് വാപ്പ 9 വയസ്സുകാരനായ മോനെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ആ പൊന്നുമോൻ പൊട്ടക്കിണറ്റിലെ സഹോദരങ്ങളൊന്ന് വിരളമത്തിയാ, അവരൊന്ന് വിരളം നയച്ചാല് കിണറ്റിലേക്കാ. ആ സമയത്ത് ആകാശത്തേക്ക് വിരളുയർത്തിയിട്ട് കണ്ണുയർത്തിയിട്ട് 9 വയസ്സുകാരനായ യൂസുഫ് വിളിക്കുകയാണ്, യാ വാദിദ കുല്ല മൗജൂദ്, യാ വാദിദ കുല്ല മൗജൂദ്. അല്ലാഹുവേ, ഉടമസ്ഥനെ തമ്പുരാനെ, ഗതികെട്ട് വിളിച്ചാൽ ആ വിളിക്കും മറുപടി കൊടുക്കുന്നവനെ തമ്പുരാനെ, ഞാനിതാ പൊട്ടക്കിണറ്റിലേക്ക് എന്റെ സഹോദരങ്ങൾ എന്നെ എറിയാ പോവുകയാ. നീ അല്ലാതെ എനിക്ക് മറ്റാരുമില്ല അല്ലാ, നീ അല്ലാതെ എനിക്കൊരു താങ്ങില്ല അല്ലാ. ആരോ പറയുന്നതാരാ? 9 വയസ്സുകാരനായ യൂസുഫാ. എന്നെ കേൾക്കാനെത്തിയ പോരോടത്ത് പ്രിയപ്പെട്ട പിതാക്കന്മാര്, മാതാക്കന്മാരെ, കൊതിച്ചുകൊള്ളുക. 9ാമത്തെ വയസ്സിൽ ഒരാരുമില്ലാത്ത കാടിന്റെ നടുവിൽ അല്ലാഹുവിനെ വിളിക്കുന്നൊരു പൊന്നുമോനെ നമുക്ക് കിട്ടുവോ? എന്റെ മകനും 9 വയസ്സ് പ്രായമാ. നിങ്ങളുടെ മക്കളും ആ പ്രായം കഴിഞ്ഞവരുണ്ട്, കഴിയാത്തവരുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹുവിനെ വിളിക്കാവുന്ന പാകത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്റെ നഫ്സിനോട് തന്നെ ആദ്യം പറയുകയാ, പൊന്നുമോന് യൂസുഫ് വിളിക്കുകയാണ്, അല്ലാഹുവേ, 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 നീയല്ലാതെ എനിക്കൊരു തുണയില്ല റബ്ബേ. 9 വയസ്സുകാരനായ പൊന്നുമോന്റെ കണ്ണുനീരണിഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, ജിബ്രീലേ പറന്നിറങ്ങുക, യൂസുഫിനെ സംരക്ഷിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അർശിന്റെ മുകളിൽ നിന്ന് താഴോട്ട് പറന്നിറങ്ങി. അതേ സമയത്ത് തന്നെ സഹോദരങ്ങളെ കൈയച്ചിട്ട് യൂസുഫിനെ കിണറ്റിലേക്ക് ഇട്ടു. ഇനി പിന്നീട് ജിബ്രീൽ പറയട്ടെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, ഓ സമയത്ത് കിണറിന്റെ മുകളിൽ നിന്ന് കുഞ്ഞിനെ ആളുകൾ താഴേക്ക് ഇട്ടു. അർശിന്റെ മുകളിൽ നിന്ന് ഞാനും ഭൂമിയിലേക്ക് പറന്നിറങ്ങി. പക്ഷേ കിണറിന്റെ അടിത്തട്ടിൽ ആദ്യം എത്തിയത് ഞാനാണെന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ
അലൈഹിസ്സലാത്തു വസ്സലാം താഴെ വന്ന ജിബ്രീൽ യൂസുഫിനെ കയ്യിൽ താങ്ങിയെടുത്തു. ഫജലസ്തു അല സഹറ, എന്നിട്ടൊരു പാറക്കെട്ടിന്റെ മുകളിലേക്ക് ഇരുന്നു. പേടിക്കണ്ട യൂസുഫേ, പേടിക്കണ്ട യൂസുഫേ, പേടിക്കണ്ട യൂസുഫേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 9ാമത്തെ വയസ്സിൽ പോലും അള്ളാന്റെ ദർബാറിൽ നിന്ന് ജിബ്രീലിനെ വിളിച്ചിറക്കാൻ അള്ളാഹുവാണ് വലുത്. എനിക്ക് പടച്ചിറപ്പുണ്ടെന്ന് തീരുമാനിക്കാൻ ഒരു കുടുംബത്തിന് കഴിഞ്ഞെങ്കിൽ ആ കഥ പറയാനാണ് സൂറത്ത് യൂസുഫ് അവതരിപ്പിച്ചത്. 8ാമത്തെ വയസ്സായി കഴിയുമ്പോ തങ്ങളുടെ മക്കളെ ചാനലുകളിലേക്ക് പറഞ്ഞു വിടുന്ന, നാളെ ചാനലിന്റെ പ്രതീക്ഷയായി മക്കൾ വളരുന്നതും കാത്തുവരുന്ന എന്റെ പ്രിയരെടുത്ത മുസ്ലിം ഉമ്മ, 9 വയസ്സുകാരനായ യൂസുഫ് അല്ലാഹനെ പഠിച്ചത് എവിടെ നിന്നാ? ഈ ബൈത്തുൻ നുബുവ്വ. 9 വയസ്സുകാരനായ യൂസുഫ് വളർന്നത് നുബുവത്തിന്റെ വീട്ടിലാണ്. ആ വീടാണ് ദാറു യഅ്ഖൂബ്. 9 വയസ്സുകാരനായ മോൻ ആ സമയത്ത് അല്ലാഹനെ വിളിക്കണമെന്ന് പഠിപ്പിച്ച പാഠശാല ഏതാ? ഏതാ പാഠശാല? ഏതാ? ദാറുൻ നുബുവ്വ, നുബുവത്തിന്റെ വീട്. ആ വീട് യഅ്ഖൂബ് നബിയുടെ വീട്. അപ്പൊ അല്ലാഹനെ അറിയുക എന്ന വിഷയത്തിന്റെ പ്രഥമ പാഠശാല നമ്മുടെ വീടായി മാറും. നമ്മുടെ വീട്ടിൽ അല്ലാഹനെ നമ്മൾ പഠിപ്പിക്കുന്നോ ഇല്ലയോ എന്നാണ് നമ്മുടെ പ്രഥമ ചർച്ച. അല്ലാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം നൽകട്ടെ. ഈ പച്ച പരിഷ്കാരത്തിന്റെ ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ നമ്മുടെ മക്കളെ എന്തൊക്കെയോ ആക്കാനുള്ള ഒരു ആഗ്രഹത്തിന്റെ ഇടയിൽ നമ്മുടെ മക്കളെ അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കാനും ഖുർആൻ പഠിപ്പിക്കാനും നമുക്ക് സമയമുണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ദുര്യോഗം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? അതുകൊണ്ട് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലേ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. വാപ്പ വെള്ളം അടിക്കും, മോൻ അച്ചാറ് തൊട്ട് കൊടുക്കും. വാപ്പാക്ക് അച്ചാറ് നാക്കി തൊട്ട് കൊടുക്കുന്നത് വാപ്പായും മോനും കൂടെ ഒന്നിച്ച് കള്ളു കുടിക്കുന്ന. എനിക്കറിയാം, അറിയാവുന്നതാണ്, നമുക്ക് അറിയാത്തത്. എന്താണ് സമൂഹത്തിന്റെ അവസ്ഥ? ഞാൻ വേറെ ഒരു സയൻസോ ടെക്നോളജിയോ ലോകാവസാനം ഒന്നും പറയുന്നില്ല. നമ്മുടെ മക്കള് ഓരോ ആണിനോടും ഓരോ പെണ്ണിനോടും നമ്മുടെ വീട്ടിൽ അള്ളാഹിനെ കുറിച്ചുള്ള ബോധം 9ാമത്തെ വയസ്സിൽ യൂസുഫിന് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ അതിന്റെ സമ്പത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് ദുഃഖത്തിന്റെ കാലത്തേക്ക് പോകും. നമ്മളോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഫിത്നയുടെ കാലഘട്ടമായിരുന്നു. നമ്മൾ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഏറ്റവും വലിയ പരീക്ഷണം ഏതാ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം ഏതാ? ക്യാൻസർ ആണോ? ക്യാൻസർ ആണോ? ഹാർട്ട് അറ്റാക്ക് ആണോ? മാറാ രോഗമാണോ? നമ്മൾ പറയില്ലേ, അവൻ അള്ളാഹുടെ വലിയ പരീക്ഷണോ? എന്താ കാര്യം? അവന് ഭയങ്കര കടവാണോ വലിയ പരീക്ഷണം? നമ്മൾ പറയും അവക്ക് അള്ളാഹുടെ വലിയ പരീക്ഷണമാണ്. എന്താ കാരണം? അവക്ക് ഭയങ്കര രോഗമാണ്. വീട്ടിൽ എല്ലാവർക്കും രോഗം. ഒരു ഹദീസ് ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്ക്. ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം ആ കുടുംബത്തിൽ കടം വരലല്ല, ആ കുടുംബത്തിൽ മാറാ രോഗം വരലല്ല, ആ കുടുംബത്തിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാവലാണ്. എന്തിട്ട് മനുഷ്യന്മാരെങ്ങനെ ഇരിക്കണേ? നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം എന്താന്ന് പറഞ്ഞുതരട്ടെ? പറഞ്ഞാ മാറ്റാവോ? സ്ത്രീകള് നന്നായിട്ട് കേൾക്കണം. സ്ത്രീകൾ നന്നായിട്ട് പറഞ്ഞുതരട്ടെ. ധാരണകളൊക്കെ ഒന്ന് മാറണം. യഥാർത്ഥത്തിൽ പരീക്ഷണം മാറാ രോഗമല്ല, കടമല്ല. നമ്മുടെ മക്കൾ അള്ളാഹിനെ കുറിച്ച് വളരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഇതാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ വഇന്നകും മുബ്തലീതും ബിഫിത്നത്തിൽ നിങ്ങൾ വല്ലാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കപ്പെട്ടവരാ. ധാരാളം പരീക്ഷണങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നവരാ. അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ഒക്കെ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയരായി
തങ്ങളെ കുറ്റപ്പെടുത്ത മണൽക്കാറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, നിങ്ങളെ ദീനിനു വേണ്ടി വല്ലാതെ കട്ടപ്പാട് അനുഭവിച്ച് പരീക്ഷിക്കപ്പെട്ടവരാ. നിങ്ങളെ തീച്ചൂളകളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ ശരീരം പിച്ച് ചീന്തപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ കൈകാലുകൾ വെട്ടിമുറുക്കപ്പെട്ടിട്ടുണ്ട്. സഹാബാ, അതിനെല്ലാം നിങ്ങൾ അതിജീവിച്ചവരാ, അതിനെയെല്ലാം നിങ്ങളെ തരണം ചെയ്തവരാ. പക്ഷേ ഇനി സൗഭാഗ്യം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെടുന്ന കാലം വരെ സഹാബാ. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. സൗഭാഗ്യങ്ങൾ കൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടും, അതിനെ അതിജയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല സഹാബാ. ബദറിന്റെ രണാങ്കണത്തിൽ ആയിരങ്ങളെ ജയിച്ചടക്കിയ, 10,000ങ്ങളുടെ മുമ്പിൽ ഒറ്റക്ക് പോരാടിയ, തീക്കുന്തങ്ങളെയും വാരിക്കുന്തങ്ങളെയും പടവാളുകളെയും നേരിട്ടിട്ട് അതിജയിച്ച സഹാബത്തിനോടാണ് പറയുന്നത്, സഹാബാ, ബദറിൽ ജനിച്ച, ഹുനൈനിൽ ജയിച്ച, ഖന്തക്കിൽ ജയിച്ച, അഹ്സാബിൽ ജയിച്ച സഹാബാ, മലകളെ പോലും പർവ്വതങ്ങളോട് ഏറ്റുമുട്ടിയാൽ തകരാത്ത ഹൃദയമുള്ള സഹാബാ, നിങ്ങൾക്കിനി അതിജയിക്കാൻ കഴിയാത്തൊരു പരീക്ഷണം വരുന്നുണ്ട്. അതെന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫസൗബതലീതും ബിഫിത്നതി സറാ. നിങ്ങളെല്ലാവരും സൗഭാഗ്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും സഹാബാ. എന്നോട് പറഞ്ഞു, സഹാബാ, വഇന്നകും മുബ്തലീതും ബിഫിത്നതി സറാ. നിങ്ങൾ വല്ലാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കപ്പെട്ടവരാ. ധാരാളം പരീക്ഷണങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നവരാ. അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ഒക്കെ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയരായി തങ്ങളെ കുറ്റപ്പെടുത്ത മണൽക്കാറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, നിങ്ങളെ ദീനിനു വേണ്ടി വല്ലാതെ കട്ടപ്പാട് അനുഭവിച്ച് പരീക്ഷിക്കപ്പെട്ടവരാ. നിങ്ങളെ തീച്ചൂളകളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ ശരീരം പിച്ച് ചീന്തപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ കൈകാലുകൾ വെട്ടിമുറുക്കപ്പെട്ടിട്ടുണ്ട്. സഹാബാ, അതിനെല്ലാം നിങ്ങൾ അതിജീവിച്ചവരാ, അതിനെയെല്ലാം നിങ്ങളെ തരണം ചെയ്തവരാ. പക്ഷേ ഫസൗബതലീതും ബിഫിത്നതി സറാ. ഇനി സൗഭാഗ്യം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെടുന്ന കാലം വരെ സഹാബാ. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. സൗഭാഗ്യങ്ങൾ കൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടും, അതിനെ അതിജയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല സഹാബാ. ബദറിന്റെ രണാങ്കണത്തിൽ ആയിരങ്ങളെ ജയിച്ചടക്കിയ, 10,000ങ്ങളുടെ മുമ്പിൽ ഒറ്റക്ക് പോരാടിയ, തീക്കുന്തങ്ങളെയും വാരിക്കുന്തങ്ങളെയും പടവാളുകളെയും നേരിട്ടിട്ട് അതിജയിച്ച സഹാബത്തിനോടാണ് പറയുന്നത്, സഹാബാ, ബദറിൽ ജനിച്ച, ഹുനൈനിൽ ജയിച്ച, ഖന്തക്കിൽ ജയിച്ച, അഹ്സാബിൽ ജയിച്ച സഹാബാ, മലകളെ പോലും പർവ്വതങ്ങളോട് ഏറ്റുമുട്ടിയാൽ തകരാത്ത ഹൃദയമുള്ള സഹാബാ, നിങ്ങൾക്കിനി അതിജയിക്കാൻ കഴിയാത്തൊരു പരീക്ഷണം വരുന്നുണ്ട്. അതെന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫസൗബതലീതും ബിഫിത്നതി സറാ. നിങ്ങളെല്ലാവരും സൗഭാഗ്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും സഹാബാ. ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു, നബിയേ, വമാ ഫിത്നതു സറാ യാ റസൂലല്ലാഹ്. സൗഭാഗ്യത്തിന്റെ പരീക്ഷണം എന്താണ് നബിയേ? ഈ ഒരിടത്തന്നെ കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ആരെയും ഞാൻ കുറ്റപ്പെടുത്തി പ്രസംഗിക്കുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, സമൃദ്ധിയുടെ പരീക്ഷണം എന്തെന്നറിയുമോ? ഇദാ ലബിസൻ നിസാഉ അസാബത്തുൽ യമൻ, ഇദാ ലബിസൻ നിസാഉ അസാബത്തുൽ യമൻ. തിരുദൂതരേ, മാണിക്യപ്പൂവേ, മണിദൂതരേ, മുത്തു മുസ്തഫ, അങ്ങേക്ക് 1000 സലാം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന റൗളയുടെ ഭിത്തിയിൽ ചാരിയിരുന്നു കൊണ്ട് വരാനിരിക്കുന്ന ഇന്നത്തെ ഗൾഫ് ലോകത്തിന്റെ ദുഷ്പ്രവണതകൾ തന്റെ 6ാം ഇന്ദ്രിയം കൊണ്ട് കണ്ടെത്തിയ ലോകത്തിന്റെ തിരുദൂതരെ, മുത്തുനബിയേ, തിരുദൂതരെ, അങ്ങേക്ക് 1000 സലാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ വിദേശത്ത് നിന്നുള്ള വസ്തുക്കള്
വല്ലാതെ ഇഷ്ടപ്പെടുന്ന കാലമെത്തിയാൽ, വിദേശ വസ്തുക്കളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം വരുന്ന കാലമെത്തിയാൽ, അതാണ് ഏറ്റവും വലിയ സമൃദ്ധിയുടെ പരീക്ഷണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇദാ ലബിസൻ നിസാഉ അസാബത്തുൽ യമൻ. യമൻ അന്നത്തെ ഗൾഫാണ്. യമൻ അന്നത്തെ ഗൾഫാണ്. യമൻ യമൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ, മനസ്സിലാവണണ്ട, ഇത് നബി തങ്ങളുടെ ഹദീസാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടോ? യമൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൗദി അറേബ്യ. ഇന്ന് സൗദി നമുക്ക് എങ്ങനെയാണോ, ദുബൈ നമുക്ക് എങ്ങനെയാണോ, മസ്കറ്റ് നമുക്ക് എങ്ങനെയാണോ, അങ്ങനെയാണ് അന്ന് യമൻ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഗൾഫിലെ സാധനമല്ലാതെ മറ്റൊന്ന് തികയാതെ വരിക. നാടൻ സാധനം ഒന്നും അവർക്ക് വേണ്ട. തീർന്നില്ല, ഹദീസ് തീർന്നില്ല. അപ്പൊ ഉസ്താദ്, ഇപ്പൊ പെണ്ണുങ്ങള് ഗൾഫിൽ നിന്ന് സാധനം വേണമെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? പക്ഷെ നിനക്കാണെങ്കിലോ ഭർത്താവിനാണെങ്കിലോ അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി, സാമ്പത്തിക ശേഷി അള്ളാനെ അറിയുക എന്നുള്ളതാണ് വിഷയം. വിഷയം തന്നെ ഞാൻ പറഞ്ഞ, ചിന്തിക്കുന്ന നന്നായിട്ട് നോക്ക്. ഭാര്യയ്ക്ക് വിദേശ വസ്തുക്കളോട്, വില കൂടിയ വസ്തുക്കളോട് ഭയങ്കര ഭ്രമം, അതിരട്ട ഭ്രമം. അത് ആഗ്രഹിക്കാൻ പാടില്ല എന്നൊന്നുമല്ല, അതിരട്ട അത്യാഗ്രഹം. ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ ഇന്നെടുത്തത് നാളെ അവള്. നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഭർത്താവിന് ഇത് വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. എന്നാൽ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ, അവന് സ്വൈര്യമായി ജീവിക്കാൻ ഇത് ചെയ്തേ അപ്പോൾ അവൻ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, തന്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അവളുടെ ആഗ്രഹത്തിനു വേണ്ടി അവൻ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തത് പ്രവർത്തിക്കപ്പെടാൻ നിർബന്ധിതനാവുക. അവൻ ആ സമയത്ത് അല്ലാഹനെ മറക്കുക. അവൻ പടച്ച റബ്ബിനെ തൽക്കാലത്തിലേക്ക് മറക്കേണ്ടി വരിക. ഭാര്യയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി അവൻ ഹറാമ് ചെയ്യുകയാ. അവൻ അറബിയെ പറ്റിക്കാൻ തീരുമാനിക്കുകയാ. അല്ലെങ്കിൽ ഗൾഫില് ലോട്ടറി എടുക്കാൻ, ഗൾഫില് ചീട്ട് കളിക്കപ്പെടാൻ പാവപ്പെട്ട ഭർത്താവ് നിർബന്ധിതനാവുകയാ. അവൻ അല്ലാഹനെ മറക്കാൻ നിർബന്ധിതനാകുമ്പോ ആ ഒരവസ്ഥ, സാഹചര്യം സംജാതമാകലാണ് നിങ്ങൾക്ക് അതിജയിക്കാൻ കഴിയാത്ത പ്രതിസന്ധി എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആർഭാടത്തോടെയുള്ള ജീവിതത്തിന് വേണ്ടി അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നിരിക്കെ പടച്ച റബ്ബിനെ ഭയക്കാതെ ജീവിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് ഭാര്യയെ തെറ്റ് ചെയ്യാൻ ഭർത്താവ് നിർബന്ധിക്കുക, ഭർത്താവിനെ തെറ്റ് ചെയ്യാൻ ഭാര്യ നിർബന്ധിക്കുക. ആ ഒരു സാഹചര്യം വീടുകളിലേക്ക് സംജാതമായി. ആ സാഹചര്യത്തിൽ മക്കൾ പോലും അല്ലാഹനെ പഠിപ്പിക്കാൻ സമയമില്ലാതെ ജീവിക്കുമ്പോ അത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. അല്ലാഹനെ അറിയാത്ത കുടുംബം, പടച്ച റബ്ബിനെ അറിയാത്ത കുടുംബം, ആ കുടുംബത്തിന്റെ അവസ്ഥയിലേക്ക് മാറുമ്പോ ആർഭാടത്തിനു വേണ്ടി കല്യാണത്തിന് 10,000ന്റെ സാരി അണിയാൽ അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കുടുംബങ്ങൾ മാറുമ്പോ കുടുംബത്തിൽ നിന്ന് അല്ലാഹനെ മാറ്റപ്പെടുക. എന്തിനാ? ഒരു തുച്ഛലാഭത്തിന് വേണ്ടി. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഈ ഭൗതിക ജീവിതത്തിന്റെ ആഡംബരത്തിന് വേണ്ടി ഒരല്പനേരം പടച്ച റബ്ബിനെ മറക്കുമ്പോ നിങ്ങൾ ഓർക്കാറുണ്ടോ? പാതിരാവിന്റെ നിശബ്ദതയിൽ ഉമർ റളിയല്ലാഹു തആല നടന്നു പോകുമ്പോഴല്ലേ വീടിന്റെ ഉള്ളിൽ നിന്ന് സംസാരം കേൾക്കുന്നത്? മോളെ, പാലില് വെള്ളം ചേർക്കും മോളെ. ഇല്ല ഉമ്മ, ചേർക്കില്ല. ഉമർ അറിഞ്ഞാൽ ശിക്ഷിക്കും ഉമ്മ. ആ സമയത്താണ് ഉമ്മയുടെ മറുപടി, മോളെ ഉമർ ഉറക്കമല്ലേ, നമ്മൾ പാലില് വെള്ളം ചേർത്താൽ ഉമ്മ അറിയില്ലല്ലോ. ആ സമയത്താണ് ലോകത്തിലെ ഒരു പെണ്ണിന്റെ ധീരമായ ശബ്ദമുണ്ടായത്. ഉമ്മ, ഇദാ കാന ഉമറു നായിമൻ ഫറബ്ബു ഉമറു യഖ്ലാൻ. ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബ് ഉറങ്ങില്ലല്ലോ ഉമ്മ.
ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബ് ഉറങ്ങില്ലല്ലോ ഉമ്മ. പാലിന് വെള്ളം ചേർക്കാൻ പറയുമ്പോ ആ സമയത്ത് ഉമ്മയോട്, തന്നെ പ്രസവിച്ച ഉമ്മയോട്, നൊന്ത് പ്രസവിച്ച മാതാവിനോട് അള്ളാനെ കുറിച്ച് പാതിരാത്രിയിൽ ഓർമ്മപ്പെടുത്താൻ കഴിയുന്ന ഒരു പൊന്നുമോള് നമ്മുടെ വീട്ടിലുണ്ടോ? ഉമറിന്റെ കാലം തിരിച്ചു വരട്ടെ. അള്ളാനെ കുറിച്ച് പറയാൻ ഉമ്മ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അന്യപുരുഷനോടും മൊബൈലിലൂടെ സംസാരിക്കുമ്പോ പ്ലസ് 1 പഠിക്കുന്ന മോള് പറയണം, ഉമ്മ ഇത് തെറ്റാണ് ഉമ്മ, ഇത് തെറ്റാണ് ഉമ്മ എന്ന് പറയാൻ കഴിയുന്ന കുടുംബത്തിന്റെ ഉള്ളിൽ പടച്ചറപ്പിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ കഴിയുന്ന ഒരു കൗമാരത്തിന് ജന്മം കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഗൾഫിൽ കിടന്നിട്ട് ഉപ്പ പാടുപെടുകയാ. ഉമ്മാന്യ പുരുഷനോട് സംസാരിക്കരുത്, ഇത് ഉപ്പയോട് ഞാൻ പറയുമെന്ന് പറയാൻ ഇത് റബ്ബിനിട്ടപ്പെടില്ല, ഇത് അല്ലാഹ് ഇഷ്ടപ്പെടില്ല, ഇത് നരകത്തിൻ്റെടാന്ന് പറയുന്നൊരു പൊന്നുമോളുണ്ടാവണം. അപ്പോഴാണ് നമ്മൾ വെഞ്ഞാറമൂടെ പൊന്നുമോളെ ഓർക്കുക. നബിദിനത്തിന്റെ അന്ന് രാത്രി കാമുകൻ വീട്ടിൽ കയറിയപ്പോ എന്റെ ഉമ്മാടെ കടപ്പറയിൽ മറ്റൊരാളെ കണ്ടപ്പോ ഉമ്മ ഞാനിത് ഉപ്പയോട് പറയുമെന്ന് പറഞ്ഞ പൊന്നുമോളെയാണ് നന്ദ് പ്രസവിച്ച ഉമ്മ തന്നെ ജനലിൽ കെട്ടി തൂക്കി കൊന്നൊടുക്കിയത്. അതും ഈ കണ്ടെടുത്തത് ഈ ലോകമാണ്. ഉപ്പയോട് പറയുമെന്ന് പറഞ്ഞപ്പോ പൊന്നുമോളെ പോലും കാമുകന്റെ കൂടെ കിടക്കുന്ന ഒരു രാത്രിയുടെ വിലയായി നന്ദ് പ്രസവിച്ച മകളെ കൊടുക്കുന്ന ലോകം. ഈ ലോകം എവിടേക്കാണ് പോകുന്നത്? നന്ദ് പ്രസവിച്ച മക്കളുടെ വില എന്താണ്? കാമുകന്റെ കൂടെ കിടക്കുന്ന ഒരു രാത്രിയുടെ വില പൊന്നുമോളുടെ ജീവിതമായി മാറുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോരാടത്തിനും പള്ളിക്കിലും അടക്കമുള്ള അള്ളാഹു ധാരാളം സൗകര്യം ചെയ്ത ഗൾഫിന്റെ വരുമാനം കൊണ്ടുവന്ന ലോകമാണിത്. ഞാൻ ഈ അടുത്ത സമയത്ത് ദുബൈയിൽ പോകുമ്പോ നട്ടുച്ച നേരത്തെ ഷാർജയിലൂടെ പോവുകയാ. ആ സമയത്ത് തൃശ്ശൂരുള്ള ഒരു സുഹൃത്തിനെ കാണാൻ പോയി. ഞാനും എന്റെ സുഹൃത്തുമുണ്ട്. കാറിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, ഈ റമദാനിലാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ കാറിൽ നിന്ന് ഇറങ്ങില്ല, അത്രയേറെ കഠിനമായ ചൂടാണ്. ഡോറ് തുറന്നു, എന്നെ മുഖം കരിയുന്നത് പോലെ ഇറങ്ങാൻ കഴിയാതെ ഡോറടച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു. എനിക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, രോമം കരിയുന്നുവോ. റമദാനിലെ ചൂടാ. ആ സമയത്താണ് ഞാൻ കണ്ടത് ഷാർജയുടെ മറുഭാഗത്ത് നട്ടുച്ച നേരത്ത് താടി നരച്ച ഒരു മനുഷ്യന് സമൂസ വിൽക്കുകയാ. ഒരു തുള്ളി തണല് പോലുമില്ല. ഗൾഫിൽ നിന്ന് ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പൈസ മുഴുവനും ആർഭാടത്തോടെ ചെലവഴിക്കുന്ന പെണ്ണ്, നീ അറിയേണ്ട കാര്യമാണിത്. ആ മനുഷ്യൻ താടി നരച്ചിട്ടുണ്ട്. നട്ടുച്ച നേരത്ത് ഷാർജയിലിരുന്നിട്ട് നോമ്പ് തുറക്കാൻ വരുന്നവർക്ക് സമൂസ വിൽക്കുകയാ. ഡോറ് തുറന്ന സമയത്ത് അദ്ദേഹം എന്നെ കണ്ടു. ഞാൻ ഡോറടച്ച് ചൂട് കാരണത്താൽ സമൂസ ഇരുന്ന സ്ഥലത്ത് നിന്ന് പാഞ്ഞു വന്നിട്ട് ആ സമയത്ത് എന്റെ വണ്ടി മുന്നോട്ട് പോയി. അദ്ദേഹം വരുന്നത് കണ്ടിട്ട് ഞാൻ എന്റെ ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞു. ഓടി വന്നു കാറ് തുറന്നപ്പോ, ഉസ്താദേ ബാക്കബി ഉസ്താദല്ലേ? അതേന്ന് പറഞ്ഞപ്പോ, ഉസ്താദേ ദുആ ചെയ്യണേ ഉസ്താദേ, എനിക്ക് 5 പെൺമക്കളാ. ഒരു മോളുടെ കല്യാണമേ കഴിഞ്ഞിട്ടുള്ളൂ. 4 പെൺമക്കൾ ഇപ്പോഴും കല്യാണ പ്രായമെത്തി നിൽക്കുകയാ. ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറയുമ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ വീട് പാരിപ്പള്ളിക്കടുത്താ. ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ നട്ടുച്ച നേരത്താ പാവപ്പെട്ട മനുഷ്യൻ സമൂസ വിൽക്കുന്നത് എന്തിനാ? തന്റെ പൊന്നുമോളെ ഒന്ന് കെട്ടിച്ചു വിടാ. എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളെ, ഇതേപോലെ നിന്റെ വാപ്പ താടി നിറച്ചിട്ട് പോലും ഈ ഗൾഫിന്റെ മണരാറിനത്തിൽ കിടന്ന് സമൂസ വിറ്റിട്ട് പൈസ ഉണ്ടാക്കി വരുമ്പോഴാ നീ മൊബൈൽ ഫോണിലൂടെ സല്ലപിച്ച ചെറുപ്പക്കാരന്റെ, ഹൈന്ദവ ചെറുപ്പക്കാരന്റെ, ക്രൈസ്തവ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിറങ്ങിപ്പോയത്. നിന്റെ ഉപ്പാന്റെ കണ്ണുനീരിന് വിലയില്ലല്ലോ മോളെ, നിന്റെ ഉപ്പാന്റെ കട്ടപ്പാടിന് വിലയില്ലല്ലോ മോളെ. ഗൾഫുകാരന്റെ പെണ്ണ്, അവൻ അയച്ചു തരുന്ന ഒരു റിയാലിന് പോലും നീ ഏതെങ്കിലും ഒരു ആർഭാടം കാണിച്ചാ വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. പിന്നീട് ഞാൻ തിരിച്ചു വരുന്നത് വരെ ആ മനുഷ്യരന്റെ കണ്ണിൽ നിന്ന് മാറിയിട്ടില്ല. ഗൾഫുകാരൻ വലിയ സൗഭാഗ്യവാനാ. എന്റെ ഗൾഫ് യാത്രയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സത്യമതാ. 10 നില കെട്ടിടത്തിന്റെ മുകളിൽ വല്ലാതെ കട്ടപ്പെടുന്നവൻ, ആ പാവപ്പെട്ടവൻ വിത്തുകാളെ പോലെ കട്ടപ്പെടുമ്പോ പോരേടത്തും പള്ളിക്കലുമുള്ള എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളോട് ഒരു കല്യാണത്തിന് ഉടുക്കുന്ന
ഉടുക്കുന്ന സാരി രണ്ടാമത്തെ കല്യാണത്തിന് നീ ഉടുക്കില്ല. നിന്റെ ഒരു സാരിയുടെ വില നിന്റെ ഭർത്താവിന്റെ ഒരു മാസത്തെ കണ്ണുനീരിന്റെ വിലയാണെങ്കിൽ ആ വില കൊണ്ട് ആർഭാടം നടിക്കുന്ന പെണ്ണ്, ആ വില കൊണ്ട് ആർഭാടം നടിക്കുന്ന പെണ്ണ് നിന്റെ ഭാര്യ ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 3 വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ ഏറ്റവും വലിയ കോപം അവർക്കാ. അവര് പരലോകത്ത് രക്ഷപ്പെടുകയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. 3 വിഭാഗം ആളുകൾ അവര് നാളെ പരലോകത്ത് രക്ഷപ്പെടുകയില്ല. എത്ര സലാത്ത് ചൊല്ലിയാലും എത്ര നിസ്കാരം നിർവഹിച്ചാലും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഗൾഫുകാരന്റെ ഭാര്യമാര് കേട്ടോ, ലോകം മുഴുവന് ഞാൻ ഗൾഫിൽ പഠിച്ച പാഠമാണ്. നമ്മുടെ വീട്ടിൽ അള്ളാഹനെ പഠിപ്പിക്കാൻ സമയമില്ല, ബാക്കി എല്ലാത്തിനും നമുക്ക് സമയം. 3 വിഭാഗം ആളുകൾ അവർ ആഖിറത്തിൽ രക്ഷപ്പെടുന്ന പ്രശ്നമേ ഇല്ല. അവർ അർശിന്റെ മുകളിൽ ഇബാദത്ത് ചെയ്താലും ശരി. 3 വിഭാഗം ആളുകൾ പറഞ്ഞുതരട്ടെ. ഒന്ന് ശൈഖുൻ സാനി, വാർദ്ധക്യമെത്തിയിട്ടും വ്യഭിചരിക്കുന്നവൻ, വയസ്സായി എന്നിട്ടും വ്യഭിചരിക്കുന്നവൻ. മക്കളെ കെട്ടിക്കാറായി എങ്കിലും വാപ്പാടെ വ്യഭിചാരം ആർക്കും ഒന്നും തോന്നരുത് എന്നോട്. മക്കളെ കെട്ടിച്ചു, മക്കള് വേറെ, എന്നാലും വാപ്പാടെ വ്യഭിചാരം തീർന്നിട്ടില്ല. വാപ്പാടെ താടി നരച്ചു എന്നിട്ടും ശൈഖുൻ സാനി, വയസ്സായിട്ടും വ്യഭിചരിക്കുന്നവൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അമീമർ മനുഷ്യന്മാരെ, അതെന്താ വയസ്സായിട്ടും വ്യഭിചരിക്കുന്നവനോട് അള്ളാഹ്ക്ക് ഇത്ര കോപം? എന്താ? ഈ തെറ്റ് ചെയ്യുന്നതിന് തന്നെ പല ഘട്ടമുണ്ട്. 40 വയസ്സാകുന്നത് വരെ തെറ്റ് ചെയ്താൽ 40 വയസ്സ് വരെ ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷയല്ല 40 കഴിഞ്ഞിട്ട് ചെയ്താൽ. ഒരുത്തൻ കള്ളു കുടിച്ചു, ഏതുവരെ? 40 വയസ്സ് വരെ കള്ളു കുടിച്ചു. ആ ശിക്ഷയല്ല 40 വയസ്സ് കഴിഞ്ഞിട്ട് കള്ളു കുടിച്ചത്, അതിനേക്കാൾ ശിക്ഷ. കാരണം 40 വയസ്സെത്തുമ്പോ ഒരു പുരുഷന് പക്വത വരണം. അവനപ്പോ ഒരു മധ്യവയസ്കനായി. 40 എത്തിയാൽ അത് നുബുവത്തിന്റെ പ്രായവാ. 40 കഴിഞ്ഞിട്ട് തെറ്റ് ചെയ്താൽ 40-ന് മുമ്പ് ചെയ്തതിന്റെ ഇരട്ടി ശിക്ഷ ആഖിറത്ത്. അല്ലാഹു കാക്കട്ടെ. 60 കഴിഞ്ഞാലോ? 60 കഴിഞ്ഞാൽ പിന്നെ ഒന്നുണ്ടാവും. 60 കഴിഞ്ഞിട്ടും ചെയ്താൽ അവന് പിന്നെ അതിനേക്കാൾ വലിയ ശിക്ഷയാണ്. 40 വരെ ചെയ്യുന്നതിന് ഒരു ശിക്ഷ, 40 എത്തിയ 60 വരെ ഒരു ശിക്ഷ, 60 കഴിഞ്ഞാൽ അതിനേക്കാൾ. എല്ലാ ഓരോ പ്രായത്തിൽ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ കൂടുതലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. പറഞ്ഞ വിഷയം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ശൈഖുൻ സാനി, വ്യഭിചരിക്കുന്ന വൃദ്ധൻ. 2 ആരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ആഖിറത്തിൽ രക്ഷപ്പെടാത്ത, ഗതി പിടിക്കാത്ത രണ്ടാമത്തെ ആളാരാ? ഭർത്താവിന്റെ സമ്പത്ത് അനുവാദമില്ലാതെ ആർഭാടത്തിന് വേണ്ടി ചെലവെടുക്കുന്ന ഭാര്യ. അവൾ എത്രയേറെ ഇബാദത്ത് ചെയ്താലും പാവപ്പെട്ട ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് അവളുടെ ദുനിയാവിന് വേണ്ടി, ആഖിറത്തിനല്ല, അതിനുവേണ്ടി അതിരില്ലാതെ ചെലവെടുക്കുന്ന ഭാര്യ അവൾ ആഖിറത്തിൽ രക്ഷപ്പെടുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂക്ഷിച്ചു. മൂന്നാമത്തേട് നിന്റെ ഭാര്യ അല്ലാഹ് കിട്ടപ്പെടാത്തത് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ഭാര്യയുടെ തെറ്റിനെ ലഘൂകരിച്ചിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്ന ഭർത്താവ്. നിന്റെ ഭാര്യ തമ്മാടിത്തരം ചെയ്യുന്നുണ്ട്, നിന്റെ ഭാര്യയുടെ പോക്ക് ശരിയല്ലെന്നറിയാം, ഭാര്യയുടെ തെറ്റ് കണ്ടിട്ടും അതറിഞ്ഞിട്ടും അതിനെ ലഘൂകരിക്കുന്ന ഭർത്താവ് അവൻ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയുടെ തെറ്റിനെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഭർത്താവ്. ഭാര്യ തലേ തുണിയിട്ടിട്ടല്ല നടക്കണത്, ഭർത്താവിനറിയാം, അവനതിനെ ലഘൂകരിച്ച് കണ്ടു. എനിക്കിപ്പോഴും അറിയാം,
50 വയസ്സായാലും ചില പെണ്ണുങ്ങൾ തലേ തുണിയിടൂല. ഇനി അവളുടെ ആരെ കാണിക്കാൻ? മൂത്ത് നരത്ത് കരിമ്പ് ഞണ്ടിയുടെ പോലത്തിരിക്കണ മാതിരിയായി. എന്നാ പോലും പിന്നെയും മക്കളെയും കെട്ടിച്ച പെണ്ണുങ്ങൾ പോലും ഇപ്പോഴും തലേ തുണിയിടാൻ ബുദ്ധിമുട്ട്. അവളെ തലേ തുണിയിടും, അവളെ മരിച്ചിട്ട് 3 കെട്ട് കെട്ടുമ്പോ അന്നേരം തലയുടെ മുകളിൽ ഒരു തുണി ഉറപ്പ്. ഭാര്യ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നറിയാം, എന്നിട്ടും അതിനെ ലാഘവത്വത്തോടെ കാണുന്ന ഭർത്താവ്. അതുകൊണ്ട് ഈ തെറ്റുകളോട് വിട പറയണം, അരാജകത്വത്തോട് വിട പറയണം. എന്നിട്ട് നമ്മുടെ വീടിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ കുറിച്ച് പറയാൻ കഴിയണം. മക്കളെ പഠിപ്പിക്കണം, ഭാര്യയെ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം, ഭർത്താവിനെ പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അല്ലാഹുവിനോട് സർവ്വതും പറയണം. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ വീട് മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. എന്താ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? علموا أولادكم 3 خصال محبة نبيكم ومحبة أهل بيتي وقراءة القرآن. നിങ്ങളുടെ മക്കളെ നിങ്ങൾ 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഒന്ന്, അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുത്താലേ മക്കൾക്ക് അല്ലാഹുവിനോട് നന്ദിയുണ്ടാവൂ, മാതാപിതാക്കളോട് നന്ദിയുണ്ടാവൂ. അല്ലാഹു അങ്ങനെയുള്ള മക്കളെ തരട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുത്താലേ ആ മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹം ഉണ്ടാവും. നമ്മുടെ മക്കൾക്ക് നമ്മൾ അല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുത്താ അവൻ അല്ലാഹുവിനെ കുറിച്ച് മാത്രമല്ല അറിയുക, പിന്നെ ആരെ അറിയും? നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരെ ഇമാതിരി നല്ല കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? അല്ലാഹുവിനെ കുറിച്ച് മദ്രസയെ വിട്ട് പഠിപ്പിച്ചാൽ, മുയ്യാരി പഠിപ്പിച്ചാൽ എന്താ കിട്ടുക? മക്കളെ അല്ലാഹുവിനെ പഠിപ്പിച്ചാൽ മക്കൾ വാപ്പാനെ പഠിക്കും, ഉമ്മാനെ പഠിക്കും, ഉറപ്പാ. ഇല്ലേ? ആണോ അല്ലയോ? കാരണം എന്താ? ബഹുമാനപ്പെട്ട ഞാൻ പറഞ്ഞു തരാ. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര പോകാൻ ഒരുങ്ങവേ, യാത്ര പറയാൻ പ്രിയപ്പെട്ട ഉമ്മാന്റെ അടുക്കലെത്തി ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ ഞാനൊരു യാത്ര പോവുകയാണ്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മാക്ക് ഞാൻ എന്താണ് കൊണ്ടുവന്ന് തരേണ്ടത്? ആരാ ചോദിക്കുന്നത്? ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമാ. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ലുക്മാനെ, നീ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്ക് നീ എന്താ കൊണ്ടുവരേണ്ടതെന്നറിയോ? നീ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവന്ന് തരുമോ? ഉമ്മ ചോദിച്ചത് വല്ലാത്ത ചോദ്യം. ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരാൻ നേരത്ത് ചോദിക്കാറില്ല ഉമ്മ എന്താണ് ഞാൻ ഉമ്മാക്ക് കൊണ്ടുവരേണ്ടത്? ഉമ്മ പറഞ്ഞു, മോനെ ലുക്മാനെ, നീ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്ക് സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവന്ന് തരുമോ? ചോദിക്കേണ്ട താമസം ലുക്മാൻ എന്ന പൊന്നുമോൻ പറഞ്ഞു, ഉമ്മ ഞാൻ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് കൊണ്ടുവന്ന് തരേണ്ടതെങ്കിൽ അതിന് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കേണ്ടത് എന്തിന്? ഇപ്പോൾ തന്നെ തരാം ഉമ്മ എന്ന് പറഞ്ഞ് പൊന്നുമോൻ ലുക്മാൻ താഴേക്ക് കുനിഞ്ഞു. ഉമ്മാടെ കാൽപ്പാടത്തിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഇതാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്, ഇതാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. മോനെ ലുക്മാനെ, ഇതാ ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്, സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് വേണ്ടതെങ്കിൽ അത് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുന്നത് എന്തിന്? എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കാൽപ്പാടത്തിന്റെ അടിയിലാണ് ഞാൻ ചോദിക്കുന്ന സ്വർഗത്തിന്റെ മണ്ണെന്ന് തിരിച്ചറിഞ്ഞ മകന് ബഹുമാനപ്പെട്ട ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. എങ്ങനെയാ സഹോദരങ്ങളെ ഇത് പഠിച്ചതെങ്ങനെയാ? വാപ്പയെ തിരിച്ചറിയാത്ത, ഉമ്മയെ തിരിച്ചറിയാത്ത 14 മക്കളെ പെറ്റ ഉമ്മയുടെയും കാൽപ്പാടത്തിൽ പുരുവരിച്ചാൽ അതൊന്നെടുക്കാൻ മക്കൾ തിരിഞ്ഞു നോക്കാത്ത ശപിക്കപ്പെട്ട ലോകത്തിന് പൊന്നു സഹോദരങ്ങള്, കഴിഞ്ഞ മാസം ഭീമാപ്പള്ളിയിൽ ഒരു ഉമ്മ പോയി. ആ ഉമ്മ കേരളാകപ്പള്ളിക്കാരിയാ. ഉമ്മ മോനോട് പറഞ്ഞു, മോനെ, ഉമ്മാക്ക് കുറെ നാളായിട്ടൊരാഗ്രഹം ഭീമാപ്പള്ളിയിൽ പോകണം. ഒരു ദിവസം മകൻ ഗൾഫിൽ നിന്ന് വന്നു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ റെഡിയായിക്കോ, ഭീമാപ്പള്ളിയിൽ പോകാം.
ഉമ്മയ്ക്ക് വല്ലാത്ത സന്തോഷം. കാത്തിരുന്നടാണ്, പൊന്നുമോൻ കൊണ്ടുപോവുകയാണ്. കാറിൽ കയറ്റി കൊണ്ടുപോയി തിരുവനന്തപുരത്തെ ഭീമാപള്ളിയിലെത്തി. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ കാറിയിരുന്ന് ആവശ്യം പോലെ ദുആ ചെയ്തു കൊള്ളുക. പാവപ്പെട്ട ഉമ്മ ഭീമാപള്ളിയിൽ കയറി ആ പള്ളിക്കുള്ളിലിരുന്ന് ഉമ്മ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ പൊന്നുമോൻ ഗൾഫിൽ നിന്ന് രാവിലെ വന്നിടയുള്ളൂ. അവനോടൊരാഗ്രഹം പറഞ്ഞപ്പോ അവൻ എന്നെ കാറിൽ കയറ്റി കൊണ്ടുവന്ന പൊന്നുമോനാണ്. അവനൊരാപത്തും വരുത്തല്ലേ അല്ലാ. പൊന്നുമോന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് കണ്ണുനീരൊലിപ്പിച്ചു. ഉമ്മ കണ്ണു തുറന്നു നോക്കിയപ്പോ മോനെ കാണാനില്ല. പിന്നെ മോനെ എന്ന് വിളിച്ച് കരഞ്ഞു നടന്ന് കണ്ടില്ല. ആ പൊന്നുമോൻ ഉമ്മയെ ഭീമാപള്ളിയിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു പോയത്രേ. നൊന്ത് പ്രസവിച്ച ഉമ്മയെ വലിച്ചെറിയാൻ പറ്റിയത് അള്ളാഹുവിന്റെ പള്ളിയിൽ പോയ മക്കളുടെ കാലഘട്ടത്തിലാണ്. എന്തിനാണ് പൊന്നുമക്കളെ, എന്തിനാണ് പ്രിയപ്പെട്ട മാതാപിതാക്കള് അള്ളാഹനെ അറിയാത്ത അറിവ് പഠിപ്പിച്ചപ്പോ, പടച്ചറപ്പിനെ തിരിച്ചറിയാത്ത അറിവ് പഠിപ്പിച്ചപ്പോ ഉമ്മയെ പോലും പള്ളിയിൽ വലിച്ചെറിയുന്നവർ. ഗുരുവായൂർ അമ്പലനടയിൽ കസവ് സാരി ഉടുത്തവരമ്മ പോയത്രേ. 5 മക്കൾ കൊണ്ടുപോയി ഗുരുവായൂരപ്പന്റെ നടയിൽ മക്കൾക്ക് വേണ്ടി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. തുറന്നപ്പോ മക്കളെ കണ്ടില്ല. അമ്മയവർ ഗുരുവായൂർ അമ്പലത്തിൽ ഉപേക്ഷിച്ചു അത്രേ. ഈ ഉപേക്ഷയിൽ ജാതി മത വ്യത്യാസമില്ല. മാതാപിതാക്കൾ ഭാരമാകുമ്പോ, നൊന്ത് പ്രസവിച്ച ഉമ്മ ഭാരമാകുമ്പോ, കഷ്ടപ്പെട്ട് വളർത്തിയ വാപ്പയ്ക്ക് ഒരു നേരത്തെ വെള്ളം കൊടുക്കാൻ മക്കൾക്കില്ലാത്തപ്പോ ഉമ്മയുടെ കാൽപ്പാടത്തിന്റെ അടിയിൽ കുനിഞ്ഞിട്ട് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു പത്ര, ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണിതാണ് ഉമ്മ. പൊന്നുമോനെ, നീ ദുആ ചെയ്യുന്ന സ്വർഗം നിന്റെ ഉമ്മയുടെ കാൽപ്പാടത്തിന്റെ അടിയിലാ. കുട്ടിയെ, നിന്റെ വാപ്പയുടെ കവളൊട്ടിയത്, നിന്റെ വാപ്പയുടെ താടി നരച്ചത്, അത് നിന്നെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ടാണ്. നിന്നെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ടാണ്. നിന്റെ വാപ്പയുടെ കവളൊട്ടിയത്, നിന്റെ വാപ്പയ്ക്ക് ഇപ്പൊ കാൽമുട്ടെടുത്തിട്ട് നടക്കാൻ പറ്റാത്തത് വാപ്പ സുഖിച്ചിട്ടല്ല, വാപ്പ നിന്നെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ടാണ്. ആ വാപ്പ എവിടെ? ആ വാപ്പ എവിടെ? ആ വാപ്പ വയസ്സിനായപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടായി. വാപ്പ രോഗിയായി. വാപ്പ രോഗിയായത്, വാപ്പയുടെ കാല് നഷ്ടപ്പെട്ടത്, വാപ്പയ്ക്ക് നടുവിന് വേദന ഉണ്ടായത്, ആരോഗ്യ ദൃഢഗാത്രനായ ഉപ്പ, ആ ഉപ്പയുടെ തൊലി ചുക്കിച്ചുളിച്ചത് നിന്നെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ട്. ബെഞ്ചമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലുണ്ട്. അതിൽ ബെഞ്ചമിൻ എഴുതുന്നുണ്ട്, വാപ്പ നജീബ് ഗൾഫിൽ പോയി. അതിലെ കഥാപാത്രം നജീബാണ് ആടുജീവിതത്തിൽ. എല്ലാം വായിക്കണം. എന്റെ വായനയുടെ ലോകം വിശാലോ, സമയമില്ലെന്ന് മാത്രമേ. അവിടെ ആടിനെ മേച്ച് 5 വർഷം കഴിഞ്ഞപ്പോ ഷുഗറൊക്കെ പിടിച്ചു ഒട്ടിപ്പിടിച്ച ശരീരവുമായി നജീബ് വീട്ടിലെത്തി. പോയപ്പോ ഗർഭിണിയായിരുന്ന ഗർഭാശയത്തിലിരുന്ന മോൻ പ്രസവിച്ച് സുന്ദരനായി 5 വയസ്സായി മുറ്റത്ത് കളിക്കുക. 5 വർഷം മുമ്പ് ഗൾഫിൽ പോയ നജീബ് ശരീരം ഒട്ടി തിരിച്ചു വന്നപ്പോ വീടിന്റെ മുറ്റത്തെത്തിയപ്പോ കുട്ടി ഓടിപ്പോയി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഒരു യാചകൻ ഭിക്ഷയ്ക്ക് വന്ന് നിൽപ്പുണ്ട് വീടിന്റെ മുറ്റത്ത്. കുട്ടി വാപ്പയാന്നറിഞ്ഞ. ഉമ്മ ഓടി വന്ന് നോക്കുമ്പോ ഭർത്താവാണ്. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, മോനെ അത് ഭിക്ഷയ്ക്ക് വന്ന ആളല്ല, അത് നിന്റെ വാപ്പയാണ്. അപ്പോ 5 വയസ്സുകാരനായ കുട്ടി വാപ്പ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചുമരില്. കുട്ടി പറഞ്ഞു, എനിക്ക് ഈ വാപ്പയെ വേണ്ട, എനിക്ക് ഈ സുന്ദരനായ സുമുഖനായ ഈ വാപ്പയെ മതി. നിങ്ങൾ പഠിക്കും. കുട്ടി പറഞ്ഞു, എനിക്ക് സുന്ദരനായ വാപ്പയെ മതി. മോനെ, ആരോഗ്യമില്ലാത്തപ്പോ, ശേഷിയില്ലാത്തപ്പോ നമ്മുടെ വാപ്പ നമുക്ക് അധികപ്പെട്ട ഉമ്മയുടെ കാൽപ്പാടത്തിന്റെ അടിയിലെ മണ്ണ് സ്വർഗത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ മക്കളോട് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ഉമ്മയ്ക്ക്, നമ്മുടെ വാപ്പയ്ക്ക്, കൊച്ചുമക്കൾ ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ മക്കൾ അവരിട്ടത് ആലോചിക്കാം. ഇല്ലേ? കണ്ടിട്ടില്ലേ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈ ഇരിക്കുന്ന ഷെരീഫിന്റെ വാപ്പ, ഷെരീഫിന്റെ മക്കളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. ഞങ്ങളുടെ ജമാഅത്തിന്റെ സെക്രട്ടറി ആയിരുന്നു ഹനീഫ സാഹിബ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ.
എന്നെ വല്ലാതെ സ്നേഹിച്ച ഒരാളാണ്. കൊച്ചുമക്കൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചിട്ട് ശരീഫിന്റെ മോൾ ഇപ്പോഴും ആഘാതത്തിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ടില്ല. അള്ളാഹു നല്ല ബുദ്ധിമുട്ട്. അള്ളാഹു നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം നമ്മുടെ ഉമ്മയെ, നമ്മുടെ ഉപ്പയെ. പിന്നെ ഞാൻ പ്രിയപ്പെട്ട ഉമ്മ എന്നൊരു കാസറ്റ് പ്രസംഗിച്ചിട്ടുണ്ട്. അത് കേട്ടിട്ട് ഈ ഉമ്മമാർക്ക് ഇച്ചിരി അഹങ്കാരവും കൂടിയിട്ടുണ്ട്. അവരുടെ ചിന്ത ഇപ്പോ ഞങ്ങൾ ഇങ്ങനെ സിംഹാസനത്തേക്ക് ഇരുന്നാൽ മതി, ബാക്കി എല്ലാവരും കാല് നക്കണമെന്നാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളു. ഞാൻ എൻ്റെ വിഷയത്തിന്റെ ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ് എങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കണം അത് ഞാൻ ഒരു ദിവസം സുബഹിക്ക് മുമ്പ് മുതൽ കിടക്കുന്നത് വരെ അള്ളാഹുടെ പൊരുത്തത്തിന് നമ്മൾ എങ്ങനെ ജീവിക്കണം ഒരൊറ്റ ദിവസം, അത് ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞുതരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഐശ്വര്യവും സമാധാനവും സന്തോഷവും അള്ളാഹു വെച്ചിരിക്കുന്നത് മൂന്നേ കാര്യത്തിലാണ്. എത്ര? അത് പറഞ്ഞ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ വിഷയം പൂർത്തിയായി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3 കാര്യം. അതെവിടെയാണ്? 1, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നോടൊരു കഥ പറഞ്ഞു. ഉമ്മ മരിച്ചു ചെറുപ്പത്തിലെ, വാപ്പ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി. ആ മക്കൾ അവസാനം വാപ്പ മരിച്ചു കഴിഞ്ഞപ്പോ മോൻ ആദ്യമായി വാപ്പയെ കബറടക്കി. മോൻ ജോലി ചെയ്ത് ആദ്യത്തെ പൈസ കിട്ടി. ആ പൈസയുമായി വന്നിട്ട് മോൻ പറഞ്ഞു, അത്രേ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി എൻ്റെ ഉപ്പ മരിച്ചു, എനിക്കൊന്നും എൻ്റെ ഉപ്പാക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ആദ്യം കിട്ടിയ ശമ്പളം കിട്ടിയ ഈ പൈസ ഞാൻ ഉപ്പാടെ കവറിൽ കൊണ്ടുപോയി മണ്ണ് മാന്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കട്ടെ. ആ കുട്ടി ധരിച്ചത് ഇതാ മണ്ണിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഉപ്പാക്ക് അതുകൊണ്ട് ഗുണം കിട്ടും. അള്ളാഹു അങ്ങനെയെങ്കിലും ചിന്തിക്കുന്ന നല്ല മക്കളെ അള്ളാഹു തരട്ടെ. നമ്മളൊക്കെ കഷ്ടപ്പെടും നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മളൊക്കെ ജീവിക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി. ആ മക്കൾ അവരെ അള്ളാഹുവിനെ അറിയിച്ച് വളർത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ഭാഗം. അതെങ്ങനെ അറിയണം, എങ്ങനെ ആവണം, ഇൻഷാ അല്ലാഹ് വിശദാംശം നാളെ ഒരൊറ്റ ദിവസം മുസ്ലിമിന്റെ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ. വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്. ഇതൊരു കുടുംബത്തിന്റെ, ഒരു ജീവിതത്തിന്റെ, ഒരു വീടിന്റെ എല്ലാ സന്തോഷവും എല്ലാ സമാധാനവും സർവ്വ ഐശ്വര്യവും സർവ്വ അഭിവൃദ്ധിയുമെല്ലാം അള്ളാഹു പറയുകയാണ് 3 കാര്യത്തിലാ. ഇത് ബാക്കി പറഞ്ഞതല്ല, ഖുർആൻ തന്നെ പറഞ്ഞതാ. വസക്കരിയാ ഇദ്നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോ ആരാ സക്കരിയ നബിയുടെ മകനാരാ? ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആരാ? പൊന്നുമോൻ യഹ്യ പോയി നിസ്കരിക്കാൻ കിടന്നാൽ നിസ്കാരത്തിന്റെ സുജൂദിൽ കിടന്ന നരകത്തോത്തിട്ട് കരയുകയാ, പരലോകത്തോത്തിട്ട് കരയുകയാ. കരഞ്ഞ് കണ്ണുനീര് ചാലിട്ടൊടുകു. ആ കണ്ണുനീര് ഭൂമിയിൽ വീണിട്ട് ആ ഭൂമിയുടെ നനവിൽ നിന്ന് മുളച്ചു വന്നാൽ പോലും യഹ്യാ സുജൂദിൽ നിന്ന് കല ഉയർത്താറില്ല. ബഹുമാനപ്പെട്ട സക്കരിയ നബി പറഞ്ഞു, അല്ല കൊടുത്ത പൊന്നുമോന്റെ സ്വഭാവം എന്താ? പടച്ചറപ്പിനെ ഓർത്തോർത്തോത്ത് കരഞ്ഞ് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരിന്റെ ഉള്ളിൽ നിന്ന് പുല്ലുകളിട്ട് വന്നാലും തല ഉയർത്താത്ത പൊന്നുമോനാ. അത്രയും നല്ല മോനെ കൊടുക്കാൻ, ഏറ്റവും നല്ല സന്തോഷമുള്ള കുടുംബജീവനം കൊടുക്കാൻ 3 കാരണങ്ങളേ ഉള്ളൂ. പോരയിടത്തിലെ പള്ളിക്കലെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇന്ന് തീരുമാനിക്കണം, ഈ 3 അടിസ്ഥാന ഗുണങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകണം. ഒന്നാമത്തെ അല്ലാഹു പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബാ.
വകാനൂ ലനാ ഖാശഈൻ. ഈ പ്രസംഗത്തിന്റെ അവസാന ഭാഗം അല്ലാഹ് പറയുകയാ, ഏതെങ്കിലും ഒരു കുടുംബത്തിന് സമാധാനം വേണോ, സന്തോഷം വേണോ? സക്കരിയ നബിയുടെ കുടുംബത്തിലെ നല്ല മോൻ പറഞ്ഞിടങ്ങനെയാ, നമ്മുടെ മക്കള് നല്ലവരാകണോ. ഒന്ന് വയദൂനനാ റഗബൻ വറഹബാ. ഏത് പ്രയാസം വന്നാലും, ഏത് ദുഃഖം വന്നാലും, ഏത് സന്തോഷം വന്നാലും വയദൂനനാ, ആ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും എന്നോട് ദുആ ചെയ്യുന്നവരാ, പടച്ചറപ്പിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാ. ഏതൊരു കുടുംബത്തിന്റെയും അടിസ്ഥാനപരമായ സമാധാനത്തിന്റെ അടിസ്ഥാനം ഇലാഹിനെ അറിയലാ, അല്ലാഹനെ അറിയലാ. വയദൂനനാ റഗബൻ വറഹബാ. ഏത് പ്രയാസം വന്നാലും അവരെന്നോട് പറയും, ഏത് സന്തോഷം വന്നാലും അവരെന്നോട് പറയും. അവരെന്നെ മറക്കാറില്ല. നമ്മുടെ വീട്ടിൽ അല്ലാഹനെ മറക്കരുത്. ഏത് പ്രയാസം വന്നാലും അല്ലാഹനോട് പറയണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അറിയുമല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ അപവാദം പറഞ്ഞു. ഏതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പോലും അപവാദത്തിന് പങ്കെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പോലും വിശ്വസിച്ചു പോയി. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് അപവാദം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം പറഞ്ഞു, ആയിഷ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ആയിഷ, ഭർത്താവ് ഭാര്യയെ സ്വന്തം വീട്ടിലാക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ പോലും വിശ്വസിച്ചു എന്നല്ലേ ഇത് ഖുർആൻ പറയുന്ന തെളിവാണ്. ആയിഷ ബീവി വീട്ടിലായി. നാട്ടുകാരെ അപവാദം പറഞ്ഞ് ആഘോഷിക്കാൻ തുടങ്ങി. ആയിഷ ബീവി വീട്ടിലാ. സമൂഹത്തിലെ നിലയും വിലയുമുള്ളവനെ കുറിച്ച് അപവാദം പറയല് നാട്ടുകാരുടെ ഒരു ഹോബിയാ. ഏത് സ്ഥലത്തും ആരെ കുറിച്ചെങ്കിലും അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. സഹാബത്ത് പോലും പങ്കെടുത്തു പോയി. ആയിഷ ബീവി ദുഃഖിതയായിട്ടിരിക്കുകയാണ്. ഭർത്താവ് പോലും വിശ്വസിച്ചു പോയി. ഒരാൾ പോലും ഇല്ല, ഒരാൾ ആരംഭത്തിനില്ല. ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഉപ്പാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിഷ നീ തെറ്റ് ചെയ്തു എന്ന് സാഹചര്യങ്ങൾ തെളിവാ. ഉമ്മാന്റെ അടുക്കൽ പറഞ്ഞു, ഉമ്മ റൂമാനാണ് ഉമ്മ. ഉമ്മ ആരെന്തറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പെണ്ണാ. ആർക്കെങ്കിലും സ്വർഗത്തിലെ ഹൂറലീങ്ങളെ ദുനിയാവില് കാണണമെങ്കിൽ ഫല്യൻദുർ ഇലാ ഉമ്മി റൂമാൻ. അബൂബക്കറിന്റെ ഭാര്യയായ ഉമ്മു റൂമാന്റെ മുഖത്തേക്ക് നോക്കുക. സ്വർഗത്തിലെ ഹൂറി പെണ്ണെന്ന് അല്ലാഹുവിന്റെ റസൂല് വിശേഷിപ്പിച്ച പെണ്ണാ ആയിഷ ബീവിയുടെ ഉമ്മ. ഇല്ല ആയിഷ, നീ തെറ്റുകാരിയാണെന്ന് ആയിഷ സാഹചര്യങ്ങൾ പറയുകയാ. ഉമ്മയില്ല, ഉപ്പയില്ല, ഒറ്റപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ വീടിന്റെ ഉള്ളിൽ പൊട്ടിക്കരയുകയാ. പോരേടത്തെ പെണ്ണേ, ജീവിതത്തിൽ എത്രയെത്ര സാഹചര്യങ്ങൾ വരാറുണ്ട്. ഏത് വീടാ? 10 മുഴം നീളമുള്ള 8 മുഴം വീതിയുള്ള ഒന്ന് ആരെങ്കിലും കടന്നുപോയാ തലകുനിച്ച് കയറി പോകുന്ന, ആകാശത്ത് മഴ പെയ്താലും മഴത്തുള്ളി മുഴുവനും പെയ്തുറങ്ങി താടോട്ടിറങ്ങുന്ന ഒരു ചെറ്റക്കുടിലിന്റെ ഉള്ളിലിരിക്കുകയാ. ഏതാണ്ട് 15 ദിവസത്തോളം പൊട്ടിക്കരയുകയാണ്. ഏറ്റവും വലിയ വിഷമമാണ്, പ്രയാസമാണ്. ആ സമയത്താണ് ആകാശത്ത് നിന്ന് ആയത്തിറങ്ങുന്നത്, തിരുദൂതരെ ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും. അങ്ങയുടെ ഭാര്യ പരിശുദ്ധയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് ഓടി. ഹബീബായ നബിയെ കണ്ട ആയിഷ ബീവി പാഞ്ഞു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞ്, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ആയത്തിറങ്ങിയോ നബിയേ. കൂട്ടുകാരികൾ ഓടി വന്ന ആയിഷ ബീവിയുടെ അടുക്കലേക്ക്, ആയിഷ നിനക്ക് വേണ്ടി ഖുർആൻ ഇറങ്ങി ആയിഷ. ജിബ്രീൽ വന്നു ആയിഷ. ആ സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എങ്ങനെയാണ് എനിക്ക് വേണ്ടി ആയത്തിറങ്ങാതിരിക്കുക? ആയത്തിറങ്ങാതിരിക്കുക. എനിക്ക് വേണ്ടി അപവാദം പറഞ്ഞ അന്ന് മുതൽ ഇന്നത്തെ രാത്രി വരെ പാതിരാ സമയത്ത് ഉറങ്ങാതെ ഞാൻ പറഞ്ഞത് ഒരേ ഒരു
വാക്കു മാത്രമാണ് ആയിഷ എന്ന പെണ്ണ് പറയുകയാ. എനിക്കെതിരെ അപവാദം തുടങ്ങിയ അന്നുമുതൽ ഇന്നേ വരെ പാതിരാത്രി ഒരൊറ്റ വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പെങ്ങളെ, പഠിച്ചൊരു പെണ്ണിന്റെ ആയുധമാ. ആ സമയത്തും പാതിരാത്രിയിൽ എനിക്കെതിരെ കഥകൾ പറഞ്ഞിട്ട് നാട്ടുകാര് പൊട്ടിച്ചിരിക്കുമ്പോ, എന്റെ ചാരിത്രത്തെ അവര് ചോദ്യം ചെയ്യുമ്പോ, എന്റെ വീടിന്റെ ഉള്ളിലിരുന്നിട്ട് പാതിരാ സമയത്ത് ഉറക്കമളച്ചിട്ട് ഞാൻ പറഞ്ഞത് ഒരേ ഒരു വാക്കാ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. അവനല്ലാതെ എന്നെ രക്ഷപ്പെടുത്താനില്ല. ചെറ്റക്കൂരയിലിരുന്നിട്ട് പടച്ച റബ്ബിനെ കുറിച്ചോർത്ത ഒരു പെണ്ണിന്റെ പേരിലാണ് ആയത്തിറങ്ങിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന അഭിനവലോക ഭൗതിക വിശ്വാസ സംസ്കാരത്തിന്റെ പുറകിലോട്ട് പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറയുന്നവളെ പരാജയപ്പെടുത്താൻ അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളിൽ തോക്ക് തുപ്പുമ്പോ വെടിയുണ്ടകൾ തങ്ങളുടെ നെഞ്ചിന് നേരെ പാഞ്ഞു വരുമ്പോ, ആ പാഞ്ഞു വരുന്ന ലോകത്തിലെ മൂന്നാമത്തെ സായുധ ശക്തിയായ ഇസ്രയേലിന്റെ ടാങ്കുകളിൽ നിന്ന് പിരമിഡുകൾ പൈരങ്കികൾ പാഞ്ഞു വരുമ്പോ, നെഞ്ചും വിരിച്ചു നിന്നുകൊണ്ട് കരിങ്കല്ല് തിരിച്ചറിയുമ്പോ ഫലസ്തീനിലെ മക്കളും പറഞ്ഞത് ഒരേ ഒരു വാക്കാണ്, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്ന് പറഞ്ഞ് മയ്യത്തും വഹിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിലൂടെ യാത്ര പോകുമ്പോ, മയ്യത്തിന്റെ മുകളിലേക്ക് ബോംബ് വന്ന് വീടുമ്പോ, ആ സമയത്തും ഉറക്കെ പറയുന്നതെന്താ, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ജീവിതത്തിലേത് പ്രതിസന്ധി വന്നാലും ഒരു പെണ്ണിന് കയ്യിൽ വെക്കുന്ന ഒരേ ഒരായുധമേടാ. നിന്നെ കുറിച്ച് ആളുകൾ കഥ പറയട്ടെ, നിന്റെ ഭർത്താവ് നിന്നെ വലിച്ചെറിയട്ടെ, ഏത് പ്രയാസമുണ്ടായാലും പെങ്ങളെ മുറുകെ പിടിക്കണം. ഹസ്ബുനല്ലാഹ്, നിസ്കാര പാലിരുന്നിട്ട് രാത്രിയിൽ പറയണം, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. ഒരു പുരുഷായുസ് മുഴുവനും ജയിലിന്റെ കാലിലും പടിക്കുള്ളിലിട്ടിട്ട് സവർണ ഫാസിസ്റ്റ് ഭരണകൂടം മുഴുവനും ജുഡീഷ്യറിയും ഡെമോക്രസിയും അടക്കമുള്ള സർവ്വത വലയുമായി കടന്നു വരുമ്പോൾ, ഒരു പുരുഷായുസ് മുഴുവനും ജയിലിൽ കിടന്ന് അവസാനം ജാമ്യത്തിന്റെ വെളിച്ചം കണ്ട് വെളിയിലിറങ്ങുമ്പോ അബ്ദുന്നാസർമദനി പറഞ്ഞതും ഇത് തന്നെയാ, എനിക്ക് മന്ത്രിമാരെ പേടിയില്ല, എനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്. ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. ഏത് സയനിസ്റ്റ് ഫാസിസ്റ്റുകൾ കൂടുകെട്ടിയാലും എനിക്കെന്റെ റബ്ബന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ സൂഫിയാടെ കിടപ്പറയിൽ ഞാനെത്തുമെന്ന്, എന്റെ മക്കളുടെ മുമ്പിൽ ഞാനെത്തുമെന്ന് അബ്ദുന്നാസർമദനി പറഞ്ഞതുപോലെ, പൊന്നു സഹോദരങ്ങളെ, ഏതൊരു കുടുംബത്തിന്റെയും ഐശ്വര്യത്തിന്റെ അടിസ്ഥാനം വയദൂനനാ റഗബൻ വറഹബാ. ഏത് പ്രയാസം വന്നാലും ഏത് സന്തോഷം വന്നാലും പടച്ചറപ്പിന്റെ മുമ്പിലോട്ട് കടന്നു പോവുക. സന്തോഷത്തിന്റെ സമയത്തും സങ്കടത്തിന്റെ സമയത്തും പടച്ചറപ്പിന്റെ മുമ്പിൽ വീഴുക, അല്ലാഹുവിനെ അറിയുക. ഒരു കുടുംബത്തിന്റെ സമാധാനം അതിന്. ഞാനും എഴുന്നേക്കരുത് ഇൻഷാ അല്ലാഹ്. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം അല്ലാഹു നൽകട്ടെ. അതെപ്പോ പ്രയാസം വരുമ്പോ മാത്രമല്ല, പിന്നെ വല്ലാത്തൊരു സന്തോഷം നമ്മുടെ വീട്ടിലുണ്ടായി, അപ്പോഴും അള്ളാനെ ഓർക്കുക, അല്ലാഹുവിനെ അറിയുക. രോഗം വരുമ്പോഴല്ല നാരിസലാത്തില്ലേണ്ടത്, മനസ്സിലായോ? രോഗം വന്നപ്പോഴല്ല നാരിസലാത്തില്ലേണ്ടത്, അല്ലാത്തപ്പോൾ സന്ധിക്കല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഏറ്റവും വലിയ സന്തോഷം വരുമ്പോഴും ഭാര്യയും ഭർത്താവും അല്ലാഹനെ അറിയണം. വിവാഹത്തിന്റെ ആദ്യ രാത്രി പട്ടുമെത്തയിൽ ഭർത്താവ് കാത്തിരിക്കുമ്പോ ആ സമയത്ത് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഒരു ദിവ്യ മൗനാനുരാഗത്തിന്റെ സമഞ്ജസ മേഖലകളിലേക്ക് പോകാൻ പോവുകയാ. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിൽ ആറാടുന്ന ദിവസമാ. ആ സമയത്തും ഭർത്താവ് നോക്കി നിന്നിട്ട് കാണുന്നില്ല. അവസാനം ഭാര്യയെ നോക്കി ചൊല്ലുമ്പോ മണിയറയുടെ മറുവാടക്കല് മുസല്ല വിരിച്ചിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദിൽ പൊട്ടിക്കരയാ. നമുക്കിന്ന് കല്യാണത്തിന്റെ ആദ്യ രാത്രി പടക്കം പൊട്ടിക്കാനും ആവശ്യമില്ലാത്ത അനാവശ്യങ്ങൾ ഉണ്ടാക്കാനും ഇന്ന് വിവാഹച്ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകിട കളിക്കുന്ന സമുദായത്തിന്റെ നടുവിൽ വിവാഹച്ചന്ത ഇൻഷാ അല്ലാഹ് അതിനൊക്കെ മാതൃകയായി കാരാളികോണം കാരക്കൽ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 12-ാം തീയതി 7-ാം തീയതി മുതൽ 12-ാം തീയതി വരെ മതപ്രഭാഷണം നടക്കുക. 10-ാം തീയതി ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയ സുഹൃത്തിന് ഉഷാദ് ബാക്കവി, 11-ാം തീയതി ഇൻഷാ അല്ലാഹ് എന്റെ പ്രസംഗം ഉണ്ടാവും. 7-ാം തീയതി ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ കൃത്യം ഡേറ്റ് പറയാം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ജനാബ് അബ്ദുസ്സമദ് സമദാനി കാരാളികോണത്ത് പ്രസംഗിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൃത്യ ഡേറ്റ് ഞാൻ നാളെ പറഞ്ഞുതരാം. അവിടെ വെച്ച് ഒരു ഫോട്ടോ ഇല്ല, ഒരു പരസ്യമില്ല. കാരാളികോണം കാരക്കൽ മുസ്ലിം ജമാഅത്ത്, ആ ജമാഅത്തിലെ ഏറ്റവും നിർത്തനയായ പെൺകുട്ടിക്ക് 5 പവന്റെ സ്വർണവും അവർക്ക് ജീവിക്കാൻ ഒരു ഓട്ടോറിക്ഷയും, അവളുടെ വിവാഹം ഞങ്ങളുടെ ജമാഅത്തിന്റെ ആഡിറ്റോറിയത്തിൽ വെച്ച് എല്ലാവരും കൂടി നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും. ഓരോ ജമാഅത്തുകളും ഇത് മാതൃകയാക്കി. ആദ്യമായി പ്രദേശത്ത് ഉളുഹിയ സംഘടിതമായി നടപ്പാക്കിയ ജമാഅത്താണ് കാരാളികോണം ജമാഅത്ത്. പിന്നീട് എല്ലായിടത്തും മാതൃകയായി. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ അതിന്റെ കൃത്യ പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പറഞ്ഞുതരാം. ജമാഅത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്, മെമ്പർമാര്, സെക്രട്ടറി ഒക്കെ ഇവിടെ ഉണ്ട്. ഔദ്യോഗികമായി നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സമദാനി ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, വരാൻ എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. വിവാഹം എന്നത് ഏറ്റവും വലിയ നമ്മുടെ മക്കളുടെ വിവാഹം നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ മുസല്ലയിൽ ഇരുന്നിട്ട് പൊട്ടിക്കരയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, മണിയറയിൽ നിന്നെ ഞാൻ കാത്തിരിക്കുമ്പോ ആ സമയത്ത് നീ എന്തേ പള്ളിയുടെ മുമ്പിൽ പോകുന്നത് പോലെ ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്തേ ഫാത്തിമ? കരയുന്നത് എന്തേ ഫാത്തിമ? ആ സമയത്താണ് ഫാത്തിമ പറഞ്ഞത്, അലിയേ, അലിയേ, ഇതാരുടെ ബീജമാണ്, ഇതാരുടെ അസ്തിത്വമാണ്, ഇത് ഉലകനായകന്റെ, ലോകത്തിന്റെ വറക്കത്തിന്റെ, സമാനിന്റെ, മക്കാനിന്റെ ഉടമസ്ഥന്റെ, ലോകരിസാരത്തിന്റെ ഉടമസ്ഥന്റെ, മദീനയുടെ പാരിജാതത്തിന്റെ, മക്കയുടെ പൂനിരാവിന്റെ, ആമിനയുടെ മുത്തുമോന്റെ, അബ്ദുള്ളയുടെ പ്രിയപ്പെട്ട സത്തിന്റെ, മാനവികതയുടെ വിശ്വവിമോചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ, ഇത് റിസാലത്തിന്റെ വീട്ടിൽ വളർന്നവൾ, ഇത് നുബൂവത്തിന്റെ വീട്ടിൽ വളർന്നവൾ, ഇത് അല്ലാഹനെ പഠിപ്പിച്ചു കൊടുത്ത ഉപ്പാന്റെ മകൾ, ഇത് അല്ലാഹനെ പ്രണയിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ഉപ്പാന്റെ മകൾ, ഇത് ഭർത്താവിന് വേണ്ടി കിടപ്പറ പോലും, കിടക്കുന്ന പുതപ്പ് പോലും ഭർത്താവിന് വേണ്ടി അങ്ങാടിയിലേക്ക് ഭക്ഷണം വാങ്ങിക്കാൻ കൊടുത്തുവിട്ട ഖദീജയുടെ പൊന്നുമോൾ, ഇത് നിസ്സാരക്കാരിയല്ല ഈ മുള്ളമോൾ. അവൾ അല്ലാഹനെ പഠിച്ചവൾ. താൻ പതക്കുന്ന പുതപ്പ് പോലും ഭർത്താവിന് പട്ടിണി വന്നപ്പോ കയ്യിലെടുത്തു കൊടുത്തിട്ട് കണ്ണുനീര് വന്നില്ല, ഇത് കൊണ്ടുപോയി ചന്തയിൽ വിൽക്കാൻ പറഞ്ഞ ഖദീജയുടെ പൊന്നുമോൾ. അലിയേ, ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ നിന്ന് കരയുമ്പോ എന്തേ കരയുന്നതെന്ന് ചോദിക്കാൻ നിങ്ങളുണ്ട്. നാളെ ഫാത്തിമ പോകും 6 അടി മണ്ണിലേക്ക്, മണ്ണിട്ട് മൂടും, എല്ലാവരും പിരിഞ്ഞു പോകും, പള്ളിയിൽ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കും. അന്ന് ഫാത്തിമയുടെ ആദ്യ രാത്രി, ഖബറിലെ ആദ്യ രാത്രി, മണ്ണിട്ട് മൂടിയ രാത്രി, റഖീബും മൻകറും നകീറും വരുന്ന രാത്രി. ആ രാത്രി എന്നെ സഹായിക്കാൻ ആരുണ്ടല്ലേ? എന്നോട് കരയുന്നത് എന്തെന്ന് ചോദിക്കാൻ സബാനിയാക്കളായ മലക്കുകളുടെ ദണ്ഡിന്റെ അടിയേറ്റ് ഫാത്തിമ പടയുമ്പോ എന്തേ ഫാത്തിമ കരയുന്നെന്ന് ചോദിക്കാൻ അലിയേ, നിങ്ങൾ പോലും അവിടെ ഉണ്ടാവില്ലല്ലോ. ഖബറിന്റെ ആദ്യ രാത്രി ഓത്തിട്ട് ഞാൻ കരയുകയാണ്, പടച്ചറപ്പിനെ ഓത്തിട്ട് കരയുകയാണ്, എന്റെ റബ്ബിനെ ഓത്തിട്ട് കരയുകയാണ് ഞാനെന്ന് മറുപടി പറയവേ ഫാത്തിമ, ഫാത്തിമ, ഫാത്തിമ മറുപടി വീണ്ടും വന്ന് അലിയാരുടെ, ആരാണ് അലിയെ? അബൂ താലിബിന്റെ മകൻ, ആ ചില്ലറക്കാരനല്ല,
പറയാനില്ല. മദീനയുടെ നായകന്റെ കൂട്ടുകാരൻ ആദ്യമായി റിസാലത്തിന്റെ വെളിച്ചത്തിലോട്ട് കുട്ടികളിൽ നിന്ന് നടന്നു വന്നവന്, ഖൈബറിന്റെ പടക്കളത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോര് നയിച്ചവൻ, ഞാനാണെന്ന് പറഞ്ഞവൻ, ഞാൻ മുറക്കിവിന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ അലിയാർ തങ്ങൾ, അത് നിസ്സാരക്കാരനല്ല, ലോകനായകന്റെ മരുമകനാണ്. ഫാത്തിമ ഒന്നുകൂടി മുസല്ല നിവർത്തിയിട്, മണിയറയിൽ മുസല്ല നിവർത്തി, ഞാനും കൂടി നിന്റെ ഓരത്ത് നിൽക്കട്ടെയോ. പാതിരാ സമയത്തും മണിയറയിൽ ഒരു മുസല്ലയുണ്ടായി. തറക്കാ ഫിറാശഹുമാ വകാമാ ഫിദ്ദുജാ യതലല്ലലാനി ബിതാഅത്തിർ റഹ്മാനി ഉമ്മാഖിറുൽ ഉഖറാ അലാ ദുനിയാ വമാ ഫീഹാ മിനൽ ഐശിൽ യസീരിൽ ഫാനി. അന്നത്തെ രാത്രി രണ്ടുപേര് ആ മണിയറയിൽ നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞു. വയദ്വകാനു ലനാ ഖാശി. ആ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ രണ്ടാമത്തെ കാരണം വകാനു ലനാ ഖാശി. അവർ അല്ലാഹുവിനെ പേടിയുള്ള ഭാര്യയും ഭർത്താവും, പടച്ചറപ്പിനെ അല്ലാഹുവിനെ അറിഞ്ഞ മാതാപിതാക്കൾ, ആ മാതാപിതാക്കളുള്ള വീട്ടിലാണ് ഏറ്റവും നല്ല മക്കൾ പിറന്നത്. ഖദീജയുടെ മടിത്തട്ടിലാണ് ഫാത്തിമ പിറന്നത്. പെങ്ങള് ഭർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച, ഉടുത്തുണി പോലുമില്ലാതെ, ആവശ്യത്തിനില്ലാതെ കിടപ്പറയിൽ കിടന്ന, പുതപ്പ് പോലും വിൽക്കാൻ കൊടുത്തുവിട്ട ഖദീജയുടെ മടിത്തട്ടിലേ ഫാത്തിമ പിറക്കൂ. ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണിന്റെ മടിത്തട്ടിൽ ഒരു ഫാത്തിമയ്ക്ക് ജന്മമുണ്ടാവുകയില്ല. ഭാര്യയ്ക്ക് വേണ്ടി തണലൊരുക്കിയ ഇബ്രാഹിമിനാണ് ഇസ്മായിൽ പിറന്നത്. ഭാര്യയ്ക്ക് വേണ്ടി സർവ്വത സഹിച്ച ഇബ്രാഹിമിന്റെ മടിത്തട്ടിലാണ് ഇസ്മായിൽ പിറന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ യോജിപ്പ്, അള്ളാഹിനോടുള്ള വഴിപ്പെടൽ. ഇനി മൂന്നാമത്തെ അടിസ്ഥാനമെന്തോ, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ മദ്യത്തിന് സ്ഥാനമില്ല, മദിരാശിക്കില്ല, പിശാചിനില്ല. എന്റെ വീടിന് ഈ 3 ദിവസങ്ങളുടെ 3 അടിസ്ഥാന തത്വങ്ങൾ: 1, പടച്ചറപ്പിനോട് ദുആ ചെയ്യുക. 2 അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുക. 3 ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആ ഭാര്യ ഭർത്താക്കന്മാർ ഏത് നന്മ കണ്ടാലും അവിടെ ഓടിപ്പോകും. സിനിമ കാണാനല്ല, വാതുണ്ടെന്ന് കേട്ടാൽ ഓടിയെത്തും. ഒരു സദക്കയുടെ കാര്യം എത്തിയാൽ ഓടിയെത്തും. ഇൻഷാ അല്ലാഹ് ഏറ്റവും വലിയ ഓട്ടം ഈ നന്മയ്ക്ക് വേണ്ടിയാകണം. മത്സരം എന്തിനു വേണ്ടി? നന്മയ്ക്ക് വേണ്ടി. മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ആദ്യത്തെ ടിക്കറ്റ് എടുക്കാനുള്ള മത്സരമല്ല, ഫുട്ബോൾ മാമാങ്കത്തിനല്ല, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുക. മദീനത്തെ പള്ളിയിൽ ആഹ്വാനം നടന്നു. സഹാബ, അല്ലാഹുവിന്റെ ദീൻ പട്ടിണിയിലാണ്.